ഹലോ മക്കളെ, വെൽക്കം ടു സണ്ണി സാർ. നമ്മൾ പഠിക്കാൻ പോകുന്ന ക്ലാസ് 10 കെമിസ്ട്രിയിലെ ചാപ്റ്റർ 3 ലാസ്റ്റ് ടോപ്പിക് ആണ്. അപ്പോൾ എസ്, പി, ഡി, എഫ് ബ്ലോക്ക്, ഈ 4 ബ്ലോക്കുകൾ എന്താണ്, അതിന്റെ പ്രത്യേകതകൾ എന്താണ്? അപ്പൊ നമ്മൾ സാധാരണ കെമിസ്ട്രിയിൽ കുറച്ച് ടഫുള്ള പോർഷൻസ് ഒക്കെ, ഇക്വേഷൻസ് ഒക്കെ ആയിരിക്കും അല്ലെ. എന്നാലും ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിയറിയാണ്. അപ്പൊ ഒന്ന് കാണാപ്പടം പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാർക്ക് കിട്ടും കേട്ടോ. അപ്പൊ ഓണം എക്സാമിന് ഉണ്ടായില്ല, ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടില്ല. ക്രിസ്മസ് എക്സാമിന് ഇതിൽ നിന്ന് തിയറി എന്തായാലും ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ലെസണിലേക്ക് പോവാം. അപ്പൊ ഇതൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പറും ഓക്സിഡേഷൻ സ്റ്റേറ്റും ഇതിന്റെ ഉള്ളിൽ വരുന്നുണ്ട്. എന്നാൽ അത് വേറൊരു ടോപ്പിക് ആയിട്ട് നമ്മൾ ഒരു 1.5 മണിക്കൂറിന്റെ ക്ലാസ് ഓക്സിഡേഷൻ നമ്പർ എങ്ങനെയാണ് കാണുന്നത്, എന്താണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇതിന് മുന്നത്തെ ഒരു പാർട്ട് ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്കിന്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ വീഡിയോ ആദ്യം കാണുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുമ്പോൾ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ സാർ ഇവിടെ ഇങ്ങനെ പറയും വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അത്രേ പറയുള്ളൂ. അത്രയും പറയുമ്പോൾ എന്താണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നായിരിക്കും ഈ ആദ്യമായിട്ട് വീഡിയോ കാണുമ്പോൾ ഒരു കുട്ടിക്കുള്ള ഒരു പ്രശ്നം. അപ്പൊ ആ പ്രശ്നം ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ആദ്യം പോയിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ പാർട്ട് 6 കാണാം. ഓക്കെ. അതുപോലെ അയണൈസേഷൻ എന്താൽപ്പി കൂടുന്നു കുറയുന്നു എന്ന് പറയും. അപ്പൊ അയണൈസേഷൻ എന്താൽപ്പി എന്താണെന്ന് അറിയാത്ത കുട്ടിക്ക് അത് മനസ്സിലാവില്ല. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും പാർട്ട് 5 കൂടി ഒന്ന് കണ്ടിട്ട് വേണം ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, പീരിയോഡിക് ടേബിൾ എന്ന് പറയുമ്പോൾ കുറേ എലമെന്റ്സ് ഉണ്ട് അല്ലെ, ഹൺഡ്രഡ്സ് ഓഫ് എലമെന്റ്സ് ഉണ്ട്. ഇതെല്ലാം ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കൂട്ടിയിട്ടേക്കണല്ല, അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു അർത്ഥത്തിലാണ് അത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെ. ഇപ്പൊ നിങ്ങളുടെ സ്കൂളിലേക്ക് എടുക്കുകയാണെങ്കിൽ സ്കൂളിൽ എന്താ പ്രത്യേകത, എല്ലാ കുട്ടികളും കൂടി ഒരു ക്ലാസ്സിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലാസ്സിൽ കയറി ഇരിക്കുകയാണ് അല്ല, നിങ്ങളുടെ സ്കൂളിൽ ഒരു സിസ്റ്റം ഉണ്ട് അല്ലെ. ഹൈസ്കൂൾ ഇവിടെ, LP ഇവിടെ, UP 3 ഉള്ള സ്കൂളാണെങ്കിൽ അപ്പൊ ഓരോന്നിനും ഓരോ ബ്ലോക്കാണ്. UP സെക്ഷൻ, LP സെക്ഷൻ അല്ലെ, ഹൈസ്കൂൾ സെക്ഷൻ, ഹയർ സെക്കൻഡറി സെക്ഷൻ, അങ്ങനെ 4 സെക്ഷനില്ലേ. ഈ 4 സെക്ഷനിലും ഓരോ ക്ലാസ്സുകൾ ഉണ്ടാവും അല്ലെ. 1ാം ക്ലാസ്, 2ാം ക്ലാസ്, 3ാം ക്ലാസ്, അങ്ങനെ പല ക്ലാസ്സുകൾ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ആ ക്ലാസ്സിലേക്ക് ഇരിക്കുന്നത്? 4ാം ക്ലാസ്സിലെ കുട്ടിക്ക് 5ാം ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റൂല അല്ലെ. അപ്പൊ 1ാം ക്ലാസ്സിൽ ചേർക്കണമെങ്കിൽ നമുക്ക് എന്താണ് ഒരു 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 കാര്യമുണ്ട്. എന്താണെന്നറിയോ, 6 വയസ്സ് ആയിരിക്കണം. അതാണ് ഒരു പ്രത്യേകത അല്ലെ. 6 വയസ്സായ ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യും, 1ാം ക്ലാസ്സിൽ ചേർക്കും. 2ാം ക്ലാസ്സിൽ ചേർക്കണമെങ്കിൽ പക്ഷെ അത് പറ്റൂല, 1ാം ക്ലാസ് ജയിച്ചിരിക്കണം. മനസ്സിലായോ? 10ാം ക്ലാസ്സിൽ പഠിക്കണമെങ്കിൽ 9ാം ക്ലാസ് എന്താണ്, ജയിച്ചിരിക്കണം. ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ. സിമിലാർലി നമ്മൾ ഈ പീരിയോഡിക് ടേബിൾ എലമെന്റ്സിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ 4 പ്രധാനപ്പെട്ട ബ്ലോക്കുകൾ കാണാൻ പറ്റും. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി നിങ്ങൾ ക്ലാസ്സിൽ കേട്ട് കാണും. എസ്, പി, ഡി, എഫ്. ഓക്കെ, ഇത് കൂടാതെ നമ്മൾ ആ പീരിയോഡിക് ടേബിളിലേക്ക് നോക്കുമ്പോൾ തന്നെ 2 പേര് നമ്മളെന്താണ് മാറി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനില്ല, എന്നാലും മനസ്സിലാക്കി വെക്കുക. ഹൈഡ്രജനെ നമ്മൾ ഈ എസ് ബ്ലോക്കിൽ പെടുത്താറില്ല. ഹൈഡ്രജനെ പെടുത്താറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഈ എസ് ബ്ലോക്കിലുള്ള ആൾക്കാർ, അതായത് 1ാമത്തെ ഗ്രൂപ്പിലുള്ളവരെ പോലെ മെറ്റലിനെ പോലെ പെരുമാറും. അതുപോലെ ഇവിടെ 17ാമത്തെ ഗ്രൂപ്പിലുള്ള ഹാലജനെ പോലെ പെരുമാറും. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ ഹൈഡ്രജൻ ഇങ്ങനെ വ്യത്യാസപ്പെടുത്തിയിട്ട് ചെറിയൊരു ഗ്യാപ്പ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത ആ ഗ്രൂപ്പ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ടോ? അപ്പൊ നമുക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്നതാണ് എന്ത്, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, എന്താണ് ഫ്രാൻസിയം അല്ലെ. ഇതാണ് ഫസ്റ്റ് ഗ്രൂപ്പിൽ നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞ പിന്നത്തെ ഗ്രൂപ്പിൽ നമ്മൾ ബ്ലോക്കിലേക്ക് വരുമ്പോ അവിടെ എന്താണ് പ്രധാനപ്പെട്ട എലമെന്റ്സ് ആണ് ബെർലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോണീഷ്യം, ബേരിയം, എന്താണ് റേഡിയം അല്ലെ. ക്ലിയർ ആണോ? യെസ്. ഇതിങ്ങനെ പോയിട്ട് ബെർലിയം കഴിഞ്ഞ് പിന്നെ മഗ്നീഷ്യം 12, അത് കഴിഞ്ഞ് കാൽസ്യം എത്രയാണ് 20 അല്ലെ. ഇത് 3, 4, 11, 12, 90, 20 ഇതാണ് എന്റെ അറ്റോമിക് നമ്പർ. ദിസ് ഈസ് 1. ഓക്കെ, യെസ്. അത് കഴിഞ്ഞ് ഈ 20 കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് നീണ്ടു പോവുകയാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ. ഓക്കെ, നമ്മുടെ പീരിയോഡിക് ടേബിൾ ഇങ്ങനെ നീണ്ടു പോകുന്നു. അപ്പൊ ഇത് 1ാമത്തെ ഗ്രൂപ്പ്, ഇത് 2ാമത്തെ ഗ്രൂപ്പ്, പിന്നെ വരുന്നത് 3ാമത്തെ ഗ്രൂപ്പ്, 4ാമത്തെ ഗ്രൂപ്പ്, 5, 6, 7, 8, 9, 10, 11, 12. കണ്ടോ? 5, 6, 7, 8, 9, 10, 11, 12. നോക്കിയാൽ കാൽസ്യം, സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കോബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. ഓക്കെ, ഇതാണ് ഒരു ബ്ലോക്ക്. ഇതിപ്പോ നമ്മൾ LP സെക്ഷൻ ആണ്, UP സെക്ഷൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു ബ്ലോക്ക് ഇതാണ്. പിന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ നമ്മൾ നോക്കി കഴിയുമ്പോ
ഇവിടെ ഇപ്പൊ 12 കഴിഞ്ഞല്ലോ. ഇനി 13ാമത്തെ ഗ്രൂപ്പ്, 14ാമത്തെ ഗ്രൂപ്പ്. ഓക്കെ, 13, 14, 15, 16, 17, 18. കണ്ടോ? അപ്പൊ ഇതിനകത്ത് ബെർലിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ അല്ലെ. പിന്നെ ബോറോണിന്റെ താഴെ തന്നെ അലുമിനിയം, അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ആർഗൺ അല്ലെ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, പിന്നെന്താണ് അയഡിൻ, എസ്റ്റാറ്റിൻ. ഇത്രയും മിനിമം നമ്മൾ എന്താണ് അറിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ ഇവിടെ വരേണ്ട 2 പേര്, ഇവിടെ വരേണ്ട 2 റോ, കുറച്ച് നീളത്തിലുള്ള റോ, അവരെ നമ്മൾ താഴേക്ക് 2 റോ ആയിട്ട് എഴുതുന്നുണ്ട്. താഴേക്ക് ലാന്തനോഡ്സും ആക്ടിനോഡ്സും നമ്മൾ വിളിക്കുക, താഴേക്ക് എഴുതുന്നത്. ഓക്കെ, അത് അറ്റോമിക് നമ്പർ 58 മുതൽ 71 വരെ. ഇവിടെ നമ്മൾ 90 മുതൽ 103 വരെ. ഇനി 61ാമത്തെ വരുന്ന ആള് നമ്മൾ ഉണ്ടാക്കിയതാണ്, മാൻമെയ്ഡ് ആണ്. അതുപോലെ തന്നെ ഇവിടുന്ന് 93 മുതൽ 103 വരെ കൃത്രിമമായിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഒരു അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അത് വിട്ടുപോയ ഒരാള് ഹൈഡ്രജൻ കഴിഞ്ഞാൽ നേരെ ഇവിടെ വരുന്നത് ഹീലിയം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. അപ്പൊ ഹീലിയം മുതൽ ഇങ്ങോട്ട് നമ്മള് ഒരു പ്രത്യേക പേരിട്ട വിളിക്കുന്നത് നോബിൾ ഗ്യാസസ്. നോബിൾ ഗ്യാസ്, അതൊന്ന് ഓർത്തിരിക്കുക. നോബിൾ ഗ്യാസ് എന്താണ്? നോബിൾ ഗ്യാസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ ലാസ്റ്റ് ഇലക്ട്രോണിൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്, 8 ഇലക്ട്രോൺസും കംപ്ലീറ്റ് ആണ്, വാലൻസ് ഇലക്ട്രോൺസ് ഇല്ല. അതുകൊണ്ട് അവർ ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടില്ല. അതുകൊണ്ട് നമ്മൾ അവരെ നോബിൾ ഗ്യാസസ് എന്നാണ് വിളിക്കുന്നത്. രാജാക്കന്മാരെ പോലെ. എനിക്ക് ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ പീരിയോഡിക് ടേബിളിലേക്ക് നോക്കിയാലുള്ള സ്ട്രക്ചർ. അപ്പൊ ഇതൊരു ക്ലബാണെന്ന് വിചാരിക്കാം. അതായത് നിങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ എന്താ ക്രിക്കറ്റ് ക്ലബ് ഉണ്ട്, മാത്സ് ക്ലബ് ഉണ്ട്, പല ക്ലബ്ബുകൾ ഉണ്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെ ഇതൊരു ക്ലബാണെന്ന് വിചാരിക്കാം. നിങ്ങളുടെ സ്കൂളിലെ ക്ലബാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് മെമ്പർഷിപ്പ് കിട്ടണം എന്ന് വിചാരിക്കും. ഈ ക്ലബിലേക്ക് മെമ്പർഷിപ്പ് കിട്ടണം. അപ്പൊ ഈ ക്ലബിൽ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ എന്താ കണ്ടീഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ ഏത് സ്കൂളിൽ ഏത് ക്ലാസ്സിൽ അങ്ങനെയൊന്നുമല്ല, നിങ്ങളിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നോക്കില്ല. ഒരിക്കലും പലർക്കും കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ട്, കുറവ് ഇലക്ട്രോൺസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. ഇവിടെ നോക്കുന്നത് ഒരൊറ്റ കണ്ടീഷൻ ആണ്. അതായത് നിങ്ങളുടെ ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ എവിടെയാണ്? മനസ്സിലായോ? ഈ എലമെന്റ്സ് ഏത് ബ്ലോക്കിലേക്ക് പോകണം എന്ന് തീരുമാനിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്, ദ ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ, വാലൻസ് ഇലക്ട്രോൺസ്. മനസ്സിലായോ? അവസാനം ഫില്ല് ചെയ്യുന്ന ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം, അല്ലെങ്കിൽ ഏത് ഷെല്ലിലേക്കാണ് ആ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവരെ ഓരോ ബ്ലോക്കിലേക്കും വിടുക. നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുക. ഇമാജിൻ നിങ്ങളിപ്പോ എന്താണ് ഒരു പാർട്ടിക്ക് പോവുകയാണ്. അപ്പൊ അവിടെ നാല് ഡോർ ഉണ്ടെന്ന് വിചാരിക്കുക. ഓരോ ഡോറിലേക്ക് നിങ്ങൾക്ക് കയറണമെങ്കിൽ പ്രത്യേക ടിക്കറ്റ് വേണം. അപ്പൊ ടിക്കറ്റ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുന്ന ആൾ നോക്കുന്നത് നിങ്ങളുടെ ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ ഏത് സബ് ഷെല്ലിലാണ് എന്ന് നോക്കിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് ലിഥിയം എടുക്കാം. ലിഥിയം അറ്റോമിക് നമ്പർ 3, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതിയ 1s2 2s1. അപ്പൊ എസില് 1. ഓക്കെ, അപ്പൊ നിങ്ങൾ ലിഥിയമാണോ വന്നതെന്ന് പറയും. എനിക്ക് പാർട്ടിയിൽ പങ്കെടുക്കാം, ലിഥിയമാണ്. അപ്പൊ ലിഥിയത്തിന്റെ നോട്ടെ നമ്പർ നോട്ടെ, അറ്റോമിക് നമ്പർ 3 അല്ലെ. 1s2 2s1 2s1. അപ്പൊ S1ലേക്കാണ് പോകേണ്ടത്. നിങ്ങൾ എസ് ബ്ലോക്കിലേക്ക് പോകൂ. എസ് ബ്ലോക്കിന്റെ ടിക്കറ്റ്. അപ്പൊ ലിഥിയം ആ എസ് ബ്ലോക്കിന്റെ ടിക്കറ്റുമായിട്ട് ഇവിടെ വന്നപ്പോ ഇവിടെ ഒരു വാതിലുണ്ട്, ഇവിടെ ഒരു വാതിലുണ്ട്. എസ് ബ്ലോക്കിൽ തന്നെ 2 വാതിലുണ്ട്. അതിനകത്ത് ലിഥിയം പോകേണ്ട എങ്ങോട്ടാണ്? S1. കണ്ടോ? ഒന്നാമത്തേലേക്ക് ഇങ്ങോട്ട് ലിഥിയം പോയി. അപ്പൊ ലിഥിയത്തിന് അവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള കസേരയുണ്ട്. ആ കസേരയിൽ പോയി ലിഥിയം ഇരുന്നു. കണ്ടോ? കസേരയുടെ നമ്പർ 3, ഗ്രൂപ്പ് 1 3. ഹാപ്പി, ലിഥിയം ഹാപ്പി. ഓക്കെ, അപ്പോഴാണ് അടുത്ത ആള് വരുന്നത് മഗ്നീഷ്യമാണ്. മഗ്നീഷ്യം Mg. മഗ്നീഷ്യം. അപ്പൊ മഗ്നീഷ്യം വന്നിട്ട് പറഞ്ഞു എനിക്കൊരു ടിക്കറ്റ് വേണം. അപ്പൊ എത്രയാണ് അറ്റോമിക് നമ്പർ? എത്രയാണ്? 12. ഓക്കെ, നോക്കട്ടെ. അപ്പൊ മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 12. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഇപ്പൊ 1s2 2s2 2p6 3s2. S2ലാണ് നിങ്ങൾ പോകേണ്ടത്. നിങ്ങൾ ഇവിടെ അങ്ങോട്ട് ലെഫ്റ്റ് പോകുമ്പോൾ എസ് ബ്ലോക്ക് എന്ന് പറയുന്ന ബ്ലോക്ക് കാണാം. ആ ബ്ലോക്കിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഫസ്റ്റ് ഡോർ അല്ല, സെക്കൻഡ് ഡോറിലോട്ട് പോവാം. മഗ്നീഷ്യം. താങ്ക് യു. നമ്മുടെ കാർഡും വാങ്ങിച്ചിട്ട് നേരെ അങ്ങോട്ട് പോയി. ഓക്കെ,
അപ്പൊ എവിടെ എത്തി മഗ്നീഷ്യം? അങ്ങനെ ഇവിടെ വന്നു. മഗ്നീഷ്യം ഇവിടെ വന്നപ്പോ അവിടെ വലിയ അക്ഷരത്തിൽ മത്തങ്ങ അക്ഷരത്തിൽ എഴുതി വെച്ചേക്കാണ് എന്ത് ബ്ലോക്ക്? എസ് ബ്ലോക്ക്. മഗ്നീഷ്യം എസ് ബ്ലോക്കിൽ നോക്കുമ്പോൾ രണ്ട് ഡോർ ഉണ്ട്. ഇവിടെ ഒരു ഡോർ, ഇവിടെ ഒരു ഡോർ. ഫസ്റ്റ് ഡോർ, സെക്കൻഡ് ഡോർ. മഗ്നീഷ്യം ഏത് ഡോറിലൂടെ കയറണം? സെക്കൻഡ് ഡോറിലൂടെ കയറണം. അങ്ങനെ കയറി മഗ്നീഷ്യം ഇവിടെ എത്തി. മനസ്സിലായോ? അപ്പൊ എസ് ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്ക് വരുന്നത് ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 അപ്പോ രണ്ട് പേരാണ് ആ ബ്ലോക്കിലുള്ളത്. ആ ബ്ലോക്കിലേക്കാണ് പോകേണ്ടതെന്ന് എങ്ങനെ മനസ്സിലായി? ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ എവിടെയാണ് ഫില്ല് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ടാണ് നമുക്കത് മനസ്സിലായത്. സോ ഏത് ഷെല്ലിലേക്കാണോ ഈ ഇലക്ട്രോൺ പോകുന്നത് ആ ഷെല്ലിന്റെ പേരാണ് അതിന്റെ ബ്ലോക്ക്. ഓക്കെ, അപ്പൊ പരീക്ഷയ്ക്ക് നമുക്ക് ഒരു എലമെന്റ് വന്നിട്ട് അതിന്റെ ബ്ലോക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വളരെ ഈസിയാണ്. നിങ്ങൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതിയിട്ട് അവസാനത്തെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് ഏത് ഷെല്ലിലാണ് നോക്കുക. മനസ്സിലായോ? അതേസമയം നമ്മൾ ഡി ബ്ലോക്ക് എടുക്കുന്ന സമയത്ത് ഫോറസ് ആണ് അല്ലെ, ഫോറസ് ഫില്ല് ചെയ്തിട്ടാണ് ഡി ഫില്ല് ചെയ്യണം. പക്ഷെ എഴുതുമ്പോൾ ഡി കഴിഞ്ഞാൽ ഫോറസ് എഴുതുന്നത്. അപ്പൊ നമ്മൾ ഫില്ല് ചെയ്തത് എപ്പോഴും എവിടെയാണ്? ഡിയിലാണ്. അപ്പൊ ഡി ആണ് നമ്മൾ ബ്ലോക്ക് ആയിട്ട് എടുക്കേണ്ടത്. കിട്ടിയോ? യെസ്. അപ്പൊ ഒരു ബ്ലോക്ക് മനസ്സിലായല്ലോ. ദിസ് ഇസ് ആൻ ഇൻട്രൊഡക്ഷൻ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പൊ എസ് ബ്ലോക്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലായല്ലേ? ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും ആണ്. ജനറലി അവിടെ വരുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഒന്നില്ലെങ്കിൽ എസിൽ ഒരു ഇലക്ട്രോൺ വരാം, അല്ലെങ്കിൽ എസിൽ 2 ഇലക്ട്രോൺ വരാം. അത് 2 3 ഒക്കെ ആവാം. അത് പീരീഡ് അനുസരിച്ച് മാറും. ഇവിടെയാണെങ്കിൽ 4 5 6 എന്നൊക്കെ പറഞ്ഞ് വരും അല്ലെ. അപ്പൊ ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ എൻ represent this number 3 or 2 period number. S represent the block number. Clear? ആ സബ്ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ വന്നാൽ ഫസ്റ്റ് ഗ്രൂപ്പ്. ഒരു ഇലക്ട്രോൺ മാത്രമല്ല 2 ഇലക്ട്രോൺ വരെ വരാം. സോ ദിസ് ഈസ് ദ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതായത് നിങ്ങൾ ഇവിടെ 2 എഴുതിയ 2s1 കണ്ട, 3 എഴുതിയ 3s2 കണ്ട, 4s കണ്ട. അങ്ങനെ നിങ്ങൾക്ക് ഈ n മീൻസ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, ഏത് എനർജി ഷെല്ലിലാണെന്നുള്ളത്. എസ് മീൻസ് സബ് ഷെല്ലാണ്. നമ്മളിവിടെ എസ് ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യണം. സബ് ഷെല്ലിന്റെ പേര് തന്നെയാണ് നമ്മൾ ബ്ലോക്കിൽ ഇട്ടിരിക്കുന്നത്. കിട്ടിയോ? അപ്പൊ നിങ്ങൾ ടിക്കറ്റ് കിട്ടി, എസ് ബ്ലോക്കിൽ പോയിരുന്നു. ആ പാർട്ടി അല്ലെങ്കിൽ ആ ഷോ അറ്റൻഡ് ചെയ്യാൻ എസ് ബ്ലോക്കിൽ കിട്ടും. കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ വന്നത് ഇവരാണ്. ഇത് ലെഫ്റ്റ് സൈഡ് ആണ്. പീരിയോഡിക് ടേബിളിന്റെ ലെഫ്റ്റ് സൈഡ് ഉള്ളവരാണ് വന്നത് അല്ലെ. ഈ റൈറ്റ് സൈഡിലുള്ളവർ വന്നു. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് വന്നത് ബോറോൺ ആണ്. ബോറോൺ. ഓക്കെ, ബോറോൺ അറ്റോമിക് നമ്പർ 5 ആണ്. ബോറോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p1. ഓക്കെ, അപ്പൊ ബോറോൺ വന്നപ്പോ ബോറോൺ പറഞ്ഞു എത്രയാണ് നമ്പർ? എത്രയാണ് ബോറോൺ? 5. ഓക്കെ, 1s2 2s2 2p1 p1. അപ്പൊ ലെഫ്റ്റിലേക്ക് പോകരുത്, റൈറ്റിലേക്ക്. റൈറ്റിൽ ചെന്നിട്ട് ഫസ്റ്റ് അവിടെ ചെല്ലും. ആദ്യം കാണുന്ന ഡോറിലൂടെ കയറിക്കൊള്ളാൻ പറഞ്ഞു. ഡോർ നമ്പർ 13. അപ്പോ ബോറോൺ ടിക്കറ്റ് മേടിച്ച് അപ്പൊ നോക്കുമ്പോൾ അവിടെ കുറെ നമ്പറുകളുണ്ട്. 13 14 15 16 17 18. എന്താണ്? 13 to 18. എല്ലാത്തിന്റെയും പേര് എഴുതിയിരിക്കുന്നത് പി. എല്ലാത്തിനും ഒറ്റ പേരാണ് പി. പക്ഷെ ആ പി എന്ന് പറഞ്ഞ വലിയ പേരിന്റെ താഴെ P13 P14 P15 P18 വരെയുണ്ട്. അപ്പൊ ഇയാൾ കാർഡിൽ നോക്കി, ബോറോൺ നോക്കിയപ്പോ P13. ബോറോൺ അങ്ങോട്ട് പോയി. ഓക്കെ, അടുത്ത ആള് കാർബൺ വന്നു P14. അടുത്ത ആൾ നൈട്രജൻ വന്നു P15. അടുത്ത ആൾ ഓക്സിജൻ വന്നു P16. അടുത്ത ആൾ ഫ്ലൂറിൻ വന്നു P17. അടുത്ത ആൾ നിയോൺ വന്നു P18. കുറച്ചുകൂടി നോബിൾ ആണ്. അടിപൊളി സീറ്റാണ് അവിടെ. നമ്മൾ സിനിമ തിയേറ്ററിൽ ചെന്നാൽ ലാസ്റ്റത്തെ സീറ്റ് കാശുള്ള നല്ല സെറ്റപ്പ് ആയിരിക്കില്ലേ, അതുപോലത്തെ സീറ്റാണ്. അപ്പൊ എനിവേ 13 മുതൽ 18 വരെ നമ്മൾ നോക്കിയാൽ ലാസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ പോകുന്നത് പിയിലേക്കാണ്. പി സബ് ഷെല്ലാണ്. അതുകൊണ്ട് അവരെ നമ്മൾ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കും. പി ബ്ലോക്ക് എലമെന്റ്സ്. അപ്പൊ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് നമ്പർ 13 to 18. 13 മുതൽ 18 വരെയുള്ള എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പി ബ്ലോക്ക് എലമെന്റ്സ്. These are the elements which are seen in 13 to 18 groups. മനസ്സിലായോ? 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിൽ കാണപ്പെടുന്ന എലമെന്റ്സിനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്? പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2p1 കണ്ടു നമ്മള്. ഏറ്റവും അവസാനത്തെ ഒരാളുടെ എഴുതാം. അതായത് പി യൂണിനകത്ത് ഏറ്റവും അവസാനം നിയോൺ. നിയോൺ അറ്റോമിക് നമ്പർ 10 ആണ് അല്ലെ. ഇത് 5 6 7 8 9 10. അപ്പൊ നിയോണിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 1s2 2s2 2p6 വരും അല്ലെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലാസ്റ്റ് ഷെല്ലിൽ 2 പേര് നമ്മൾ എടുക്കണം. കണ്ടോ, ഇവിടെ സെയിം ആണ്. ക്ലിയർ? അപ്പൊ നമ്മൾ എഴുതണേ NS2. കണ്ടോ, എല്ലായിടത്തും 2 അവസാനിക്കും. കണ്ടോ, 2 അവസാനിക്കും. ക്ലിയർ? യെസ്.
ഇനി ഇവിടെ NS2 ആണെങ്കിൽ അടുത്തത് NP. ഇവിടെ ഉള്ള നമ്പർ തന്നെ ഇവിടെ വരും കണ്ട 2 2 2 2. ഇവിടെ ആണെങ്കിൽ 3 ആയിരിക്കും വരും. അപ്പൊ N തന്നെ ഇവിടെയും വരും. പിയിലെ വാല്യൂ എന്ന് പറഞ്ഞത് 1 മുതൽ പരമാവധി 6 വരെ വരും. 1 to 6. So this is the general electronic configuration. മനസ്സിലായോ? അപ്പൊ ഈ ബ്ലോക്കിലുള്ളവരുടെ എന്താണ് പ്രത്യേകത? NS2 NP 1 to 6 എന്നായിരിക്കും അവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. പിയിൽ അവസാനിച്ചതുകൊണ്ട് ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് പി ബ്ലോക്ക്. എന്ത് ബ്ലോക്കാണ്? പി ബ്ലോക്ക്. കിട്ടിയല്ലോ? കിട്ടി. യെസ്. അപ്പൊ ഇനി അടുത്തതിലേക്ക് പോവാം. നമുക്ക് അടുത്തത് എന്ന് പറയുന്നത് സെന്ററിലേക്ക് വരാം. ഓക്കെ, സെന്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കിയേ, ഗ്രൂപ്പ് നമ്പർ 3 മുതൽ ഗ്രൂപ്പ് നമ്പർ 12, 3 മുതൽ 12 വരെ. മനസ്സിലായോ? ഇതിൽ നമുക്ക് ഒരാളെ എടുക്കാം. ഫോർ എക്സാമ്പിൾ സ്കാൻഡിയം എടുക്കാം. സ്കാൻഡിയം അറ്റോമിക് നമ്പർ 21. എന്താ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? 1s2, 2s2, 2p6, 3s2, 3p6. എത്രയായി? 2 2 4 6 10 12 6 18 അല്ലെ? 18 ആ. 4s2 എന്താണ് 3Dയിൽ ഫില്ല് ചെയ്യാണ്ട്? 3Dയിൽ ആദ്യം ഫില്ല് ചെയ്ത് 4s2 ഫില്ല് ചെയ്ത്. ശരിക്കും ഓർഡർ 3D ആണ് പറഞ്ഞത്. 4s2 അപ്പൊ 20 ആയി. 3D1 അല്ലെ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? 3D1ലാണ് ഫില്ല് ചെയ്തത് കണ്ടോ? പക്ഷെ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്തപ്പോൾ സാറ് പഠിപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഫില്ല് ചെയ്താൽ പോലും എഴുതുമ്പോൾ ഈ 3D1 എഴുതിയിട്ട് വേണം 4s2 എഴുതാനായിട്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പൊ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പൊ ലാസ്റ്റ് ഇലക്ട്രോൺ വന്നത് എവിടെയാണ്? ഡിയിലാണ് വന്നത്. എവിടെയാണ് വന്നത്? ഡിയിലാണ് വന്നത്. അപ്പൊ ഓർഡർ അനുസരിച്ച് എഴുതുമ്പോൾ 3D1 4s2 ഇങ്ങനെയല്ലേ വരാം. അതായത് ഇത് കറക്റ്റ് ആയിട്ട് ഓർഡർ എഴുതുമ്പോൾ ഇങ്ങനെ വരാം. പക്ഷെ ഫില്ല് ചെയ്തത് ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്തത് എവിടെയാണ്? ഡിയിലാണ്. ഡിയിൽ ഫില്ല് ചെയ്തുകൊണ്ട് ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡി ബ്ലോക്ക്. ഇവരെല്ലാവരും അങ്ങനെയാണ്. മനസ്സിലായോ? ഇപ്പൊ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കും. ബേസിക് ഐഡിയ മനസ്സിലായോ? ഇലക്ട്രോൺ ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയാണോ ഫില്ല് ചെയ്യുന്നത് അതാണ് എന്ത് തീരുമാനിക്കുന്നത്? ബ്ലോക്കിനെ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ ഡി ബ്ലോക്ക് എന്ന് മനസ്സിലായി. ഇതിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ലാസ്റ്റ് സിങ്ക് എടുക്കുകയാണെങ്കിൽ, സിങ്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ അറ്റോമിക് നമ്പർ 30 ആണ്. സാർ എല്ലാം എഴുതുന്നില്ല. അത് 4s2 3D10 അവസാനം. ഓക്കെ, അതുകൊണ്ട് തന്നെ സിങ്കിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവരെ പോലെ ഒന്നും കളറുള്ള കോമ്പൗണ്ട് ഒന്നും സിങ്ക് ഉണ്ടാക്കില്ല. സിങ്കിന് ആരുടെയും ചോദിക്കേണ്ട ആവശ്യമില്ല. ഫില്ലാണ്, ഫുൾ ഫില്ലാണ് സിങ്ക്. ഞാൻ നിങ്ങളെ പോലെ ഒന്നുമല്ല, ഞാൻ വ്യത്യസ്തനാണ്. ഞാൻ നിങ്ങളെ പോലെ ഒന്നും പെരുമാറുക പോലും ചെയ്യില്ല. അങ്ങനെയുള്ള 2-3 പേരുണ്ട്. സിങ്ക് ഉണ്ട്, കാഡ്മിയം ഉണ്ട്, മെർക്കുറി ഉണ്ട്. അപ്പൊ ഇവരെ നമ്മൾ സ്യൂഡോ എലമെന്റ്സ് ആണ് വിളിക്കുന്നത്. നമുക്ക് പിന്നീട് പഠിക്കാം. ഓക്കെ, അപ്പം എന്താ പറഞ്ഞു വന്ന പോയിന്റ് എന്താണ്? 10 വരെ വരും ഡിയിൽ. അപ്പൊ ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 4s2 3D10 എന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവിടെയുള്ള ആള് തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ. സപ്പോസ് ഇത് n ആണെങ്കിൽ എന്തായിരിക്കും? n-1. അത് ഇതിലൊന്ന് കുറവായിരിക്കും. മനസ്സിലായോ? ക്ലിയർ ആണോ? യെസ്. അപ്പോ ശരിക്കും നമ്മൾ ഓർഡർ പ്രകാരം നമ്മൾ വരുമ്പോ ഇങ്ങനെ എഴുതാനല്ലേ നിങ്ങളോട് സാറ് പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 3D4s. എസിൽ നമുക്ക് പരമാവധി 2 വരെ വരും. ഡിയിൽ നമുക്ക് പരമാവധി 1 മുതൽ 10 വരെ വരും. ക്ലിയർ? ഇനി ജനറൽ ആയിട്ട് ചെയ്താ 4 സപ്പാരം സാറ് n എഴുതി. അപ്പൊ NS 1 to 2. ഓക്കെ, ഇനി ഡി എഴുതി. ഡി എന്ന് പറഞ്ഞാൽ 1 to 10. ക്ലിയർ? ഇവിടെ ഉള്ളതിനേക്കാൾ 1 കുറവായിരിക്കും ഇത്. കണ്ടോ? 4നേക്കാൾ 1 കുറവല്ലേ? 3. അപ്പൊ ഇവിടെ എഴുതുമ്പോൾ എന്ത് എഴുതണം? n-1. So this is the general electronic configuration of എന്താണ്? D block elements. D block elements ന്റെ general electronic configuration എന്താണ്? n-1, D 1 to 10, NS 1 to 2. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോ നമ്മള് ഈ ഷെല്ല് ഫില്ല് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ എന്താണ്? ഈ ഷെല്ല് ഫില്ല് ചെയ്തതിനു ശേഷം ലാസ്റ്റ് ലെറ്റർ എങ്ങാണ് പോകുന്നത്? ഇങ്ങോട്ടാണ് പോകുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെനൾട്ടിമേറ്റ് ഷെൽ. മനസ്സിലായോ? സബ് ഷെൽ. പെനൾട്ടിമേറ്റ് സബ് ഷെൽ. ക്ലിയർ ആണോ? നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ. മുന്നത്തെ ക്ലാസ് സാർ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അവർ നിർമ്മല സമയത്ത് ഉണ്ടാക്കുന്നതെന്നും അവ തമ്മിലുള്ള വ്യത്യാസം വളരെ കുറവാണെന്ന് മുന്നത്തെ ക്ലാസ് പറഞ്ഞിട്ടുള്ളത്. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ആ ക്ലാസ് കണ്ട കുട്ടികൾക്ക് അറിയാം എന്താണ് പെനൾട്ടിമേറ്റ് സെൽ എന്നുള്ളത്. ഓക്കെ, ഇനി ഇതിന് മുന്നേ ഒരു സെല്ലും കൂടി ഒരെണ്ണം കൂടി എടുത്തത് ആന്റി പെനൾട്ടിമേറ്റ് സെൽ എന്ന് പറയും. അതാണ് എഫ് ബ്ലോക്കിൽ വരുമ്പോൾ നമുക്ക് കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടു കഴിഞ്ഞല്ലോ. ഡി ബ്ലോക്ക് എവിടെയാണെന്ന് മനസ്സിലായല്ലോ. ഗ്രൂപ്പ് നമ്പർ 3 12 മനസ്സിലായല്ലോ. ഓക്കെ, സോ ഫാർ നമ്മൾ 3 ബ്ലോക്കുകളെ കുറിച്ചാണ് പറഞ്ഞത്.
ഒന്ന് എസ് ബ്ലോക്ക്, ഏതൊക്കെ ഗ്രൂപ്പാണ് 1, 2ഉം. ഓക്കെ, ക്ലിയർ. അടുത്തത് പി ബ്ലോക്ക്, എവിടെയാണ് വരുന്നത്? റൈറ്റ് സൈഡിലാണ് വരുന്നത്, 13 മുതൽ 18 വരെ ഇവിടെ ഉള്ളവരെ. ദെൻ ഡി ബ്ലോക്ക് സെന്ററിലാണ് വരുന്നത്, 3 മുതൽ 12 വരെ. അത്രയും ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്ത് ചെറിയ വ്യത്യാസം വരുത്തി. ഇത്രയും ആൾക്കാർ നമ്മൾ ഇവിടെ എഴുതാതെ നേരെ താഴെ കൊണ്ടുവന്ന് എഴുതി. ഇവരുടെ എല്ലാം ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ അവസാനിക്കുന്നത് എഫ് ബ്ലോക്കിലാണ്. മനസ്സിലായോ? കുറച്ച് എക്സെപ്ഷണൽ കേസുകൾ ഉണ്ട്, അതൊക്കെ ഹയർ സ്റ്റഡീസിൽ പഠിക്കും കേട്ടോ. പക്ഷെ ഇപ്പൊ നമ്മൾ ജനറൽ ആയിട്ട് ഇങ്ങനെ പഠിക്കാം, എഫ് ബ്ലോക്കിലാണ്, എഫ് സബ് ഷെല്ലിലാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് ഇവര് നമ്മൾ വിളിക്കുന്ന പേര് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്നാണ്. എഫ് ബ്ലോക്ക് നേരത്തെ പറഞ്ഞ പോലെയാണ്. കിട്ടിയല്ലോ? അപ്പൊ അതിന്റെ എന്താണ് ജനറൽ ഇലക്ട്രോൺ കോൺഫിഗറേഷനും എന്നൊക്കെ കാര്യങ്ങളും പേരുകൾ നമുക്ക് അത് എടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, യെസ്. അപ്പോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഇൻട്രോഡക്ഷൻ സെക്ഷൻ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി ഈ എവിടെയാണ് നിങ്ങളുടെ സീറ്റ് എന്ന് കിട്ടി. മനസ്സിലായോ? ഒരു 10 ദിവസത്തെ ഷോ ആണെങ്കിൽ, 10 ദിവസത്തെ എക്സാം ആണ് നമ്മൾ എഴുതാൻ പോണെങ്കിൽ നമ്മൾ ആദ്യത്തെ ദിവസം എത്തിയും എന്റെ സീറ്റ് എവിടെയാണെന്ന് പോയി നോക്കൂ അല്ലെ, രജിസ്റ്റർ നമ്പർ എഴുതിയിട്ടേക്കണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, നേരെ അങ്ങോട്ട് പോയി ഇരുന്നാൽ മതി. അതുപോലെ ഇപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായി ഈ എലമെന്റ്സ് ഒക്കെ എവിടെ ഇരിക്കുന്നത്, അതിന്റെ ബ്ലോക്ക് എന്താണ് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി. ഇനി നമുക്കൊന്ന് ഇപ്പൊ പറഞ്ഞ കാര്യം ഒന്ന് ഒരു എന്താണ് ഷോർട്ടാക്കി ഒന്ന് നോട്ട് ഒന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഏതൊക്കെ ബ്ലോക്കുകളാണെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊന്ന് എഴുതി വെക്കാം. ഓക്കെ, ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? എസ് ബ്ലോക്ക് ആണ്. എസ് ബ്ലോക്ക്. ഓക്കെ ഓക്കെ. സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? സെക്കൻഡ് ബ്ലോക്ക് എന്താണ് സാറ് പഠിപ്പിച്ചത്? പി ബ്ലോക്ക്. ഓക്കെ. തേർഡ് ബ്ലോക്ക് എന്താണ് മക്കളെ? തേർഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ഡി ബ്ലോക്ക്. ഓക്കെ. ഫോർത്ത് ബ്ലോക്ക് എന്താണ് മക്കളെ? ഫോർത്ത് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? എഫ് ബ്ലോക്ക്. ക്ലിയർ ആണല്ലോ? അപ്പൊ 4 ബ്ലോക്കുകൾ ഉണ്ടെന്ന് മനസ്സിലായി. എസ്, പി, ഡി, എന്താണ്? എഫ് ബ്ലോക്ക്. ഇനി ഇതൊക്കെ ഏതൊക്കെ ഗ്രൂപ്പുകളിലാണ് വരുന്നത് എന്നാണ് നമ്മൾ അടുത്തത് പറയേണ്ടത്. ലൊക്കേഷൻ ആണ് പറയേണ്ടത്. അപ്പൊ ലൊക്കേഷൻ നമ്മൾ പറയുമ്പോൾ എന്താണ് ലൊക്കേഷൻ പറയാൻ പോകുന്നത്? ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? ഗ്രൂപ്പ് 1 to 2. ഗ്രൂപ്പ് 1ാമത്തേലും 2ാമത്തേലുമാണ് എസ് ബ്ലോക്ക് വരുന്നത്. പി ബ്ലോക്ക് വരുന്നത് എന്താണ്? എങ്ങനെയാണ് വരുന്നത്? ഗ്രൂപ്പ് പറഞ്ഞ എന്താണ്? റൈറ്റ് സൈഡിലാണ്. ഗ്രൂപ്പ് 13 മുതൽ 18 വരെയാണ് ആര് വരുന്നത്? പി ബ്ലോക്ക് വരുന്നത്. ഇനി ഡി ബ്ലോക്ക് വരുന്നത് ഗ്രൂപ്പ് ഏതാന്ന് നോക്കിയേ. ഡി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രൂപ്പ് 3 to 12. ഓക്കെ. ഇനി എഫ് ബ്ലോക്കിലേക്ക് വരുമ്പോൾ അവർക്ക് അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് ഗ്രൂപ്പ് പറയാൻ പറ്റത്തില്ല. നമുക്ക് എന്താ പറയാം? ഇങ്ങനെ പറയാം, 2 rows ഓഫ് ബോട്ടം. മനസ്സിലായോ? അതായത് നമ്മുടെ ബോട്ടം 2 rows അങ്ങനെ പറഞ്ഞാൽ മതി. അതാണ് കുറച്ചും കൂടി ബെസ്റ്റ്. 2 rows ഓഫ് ബോട്ടം എന്ന് പറഞ്ഞാൽ ബോട്ടം 2 rows. ബോട്ടം ഹൈപ്പ് ഇട്ടിട്ട് 2 rows കേട്ടാ. താഴെയുള്ള 2 ലൈനായിട്ടാണ് വരുന്നത്. അപ്പോ ബ്ലോക്കുകൾ ഏതൊക്കെയെന്നാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ പറഞ്ഞത്. ഈ ഒരു സെക്ഷനിൽ നമ്മൾ പറഞ്ഞത് ഗ്രൂപ്പ് ഏത് ഗ്രൂപ്പിലാണത് വരുന്നതാണ്. ഇനി ഇതിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് സാർ അടുത്ത് പറയാൻ പോകുന്നത്. നമ്മൾ കണ്ടു ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ലാസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത്? NS1 to 2. ഓക്കെ. ദെൻ പിയിൽ വരുമ്പോൾ നമ്മൾ കണ്ടു പിയില് ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എന്താണ്? NS2 NP1 to 6. ഓക്കെ, ക്ലിയർ. ഇനി ഡി വരുമ്പോ അത് നമ്മൾ കണ്ട് പെനാൾട്ടിമേറ്റ് ഷെല്ലിൽ ഫില്ല് ചെയ്യണം. അപ്പോ N-1 D 1 to 10 NS2. ഓക്കെ. എഫ് നിങ്ങൾ ബോധനേണ്ട കാര്യമില്ല, കാരണം എഫിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഒന്നും നമുക്ക് പഠിക്കാനില്ല. എന്നാലും അതിന്റെ എന്താണ് ഇത് നമ്മളൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ജസ്റ്റ് സാറൊന്ന് എഴുതുക, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പൊ ഇവിടെ പറഞ്ഞ പോലെ N-1 തൊട്ട് മുന്നിൽ ഒരു ഷെല്ലും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നത് N-2. ഓക്കെ, എഫ് അതായത് ഒരെണ്ണം തൊട്ട് മുന്നിലുള്ളത്. അത് നമുക്ക് എഫിൽ 1 to 14 ആണ് വരിക. ഓക്കെ. പിന്നെ വീണ്ടും N-1 into D.
n-1 ഇൻറ്റു ഡി, പിന്നെന്താണ് ns. ഓക്കെ, എൻ എസിൽ നമുക്ക് 2 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. ബട്ട് n-1 ഡിയിൽ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ എന്താണ്, ഒന്നില്ലെങ്കിൽ ആരും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ. ഇങ്ങനെയായിരിക്കും എഫ് ഫില്ല് ചെയ്യുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ബോർഡർ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാത്തിലും പറഞ്ഞപ്പോൾ അതിനകത്തും പറഞ്ഞു കേട്ടോ, പേടിക്കേണ്ട ആവശ്യമില്ല, അത് വിട്ടേര്. ഓക്കെ, പക്ഷെ എഴുതാൻ ഓർത്തിരിക്കാനുള്ള മാർഗം n-1 ഡി ns, അത് അവിടെയുണ്ട്. തൊട്ട് മുന്നേ ഉള്ള ആള് n-2, അത് എഫ് ആണ്. എഫിൽ എത്ര ഇലക്ട്രോൺസ് കൊള്ളും നമുക്കറിയാലോ, 1 to 14 വരെയാണ് കൊള്ളുക. ബട്ട് ഇവിടെ 1 to 10 എഴുതരുത്. ഇവിടെ എന്താണ് 0 to 1, ഒന്നില്ലെങ്കിൽ 0, ആരും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, എഫ് ബ്ലോക്കിൽ കുറച്ച് പ്രത്യേകതകളുണ്ട്, അത് ഹയർ സ്റ്റഡീസിൽ പഠിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനുമായി അതിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതിന് കുറച്ച് പേരുകൾ വരുന്നുണ്ട്. ഇവർ രണ്ടുപേരും എന്താണ്, നമ്മുടെ ശരിക്കും പറഞ്ഞാൽ പീരിയോഡിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ അയോണൈസേഷൻ എന്താൽപ്പി പഠിച്ചതാണ്. ഗ്രൂപ്പ് താഴേക്ക് വരുന്നതോറും കുറവ് മതി, ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് വരുന്നതോറും കൂടി വരും. ഇതൊരു പീരിയോഡിക് ട്രെൻഡാണ്. ആറ്റത്തിന്റെ സൈസ് താഴേക്ക് വരുന്നതോറും വലുതായി വരുന്നു, ഇവിടുന്ന് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകും, ചെറുതായി പോകുന്നു. ഇതൊരു ട്രെൻഡാണ്. ആറ്റത്തിന്റെ റേഡിയസ് വലുതായി വരുന്നു, ഇവിടെ വരുമ്പോൾ എന്താണ്, ചെറുതായി പോകുന്നു. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും അതേപോലെ ട്രെൻഡ് പീരിയോഡിക്, ഒരു പ്രത്യേക ഇത് കഴിയുമ്പോൾ അതേപോലെ ആവർത്തിക്കുന്ന അതായത് മാതൃകാ പുരുഷന്മാരായിട്ട്, അതായത് നമ്മൾ പറയണം പീരിയോഡിക് ടേബിളിന്റെ സ്വഭാവമുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ അത് എസും പിയും ആണ്. അതുകൊണ്ട് എസിനെയും പിന്നെയും ചേർത്ത് നമ്മൾ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്ന് വെക്കുക. പരീക്ഷയ്ക്ക് പണ്ടൊക്കെ എപ്പോഴും ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ റെപ്രസെന്റേറ്റീവ് എലമെന്റ്, വാട്ട് ഡു യു മീൻ ബൈ റെപ്രസെന്റേറ്റീവ് എലമെന്റ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് ഒക്കെ ചോദിക്കാം. അപ്പൊ നമ്മൾ വിട്ടുകളയരുത് കേട്ടാ. അപ്പൊ പണ്ട് പഠിപ്പിച്ച എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് പറഞ്ഞത്. എന്താണ് ഇതെന്താണ് റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ്, ആര്, എസും പിയും. എന്തുകൊണ്ട് അങ്ങനെ വിളിക്കാം റെപ്രസെന്റേറ്റീവ്? ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാൾ പോവാന്നൊക്കെ പറയില്ല, നമ്മൾ സ്കൂളിനെ റെപ്രസെന്റേറ്റീവ് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ആളാണ്, സ്കൂളിലെ എല്ലാ ക്യാരക്ടറുള്ള ഒരാളായി നമ്മൾ വിടും. അതുപോലെ ഇനി ഡി ബ്ലോക്ക് എലമെന്റ്സിന് എന്തെങ്കിലും പേരുണ്ടോ സാർ? ഉണ്ട്. ഡി ബ്ലോക്ക് എലമെന്റ്സിന് നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ട്രാൻസിഷൻ എലമെന്റ്. ട്രാൻസിഷൻ എലമെന്റ്. ഓക്കെ, എന്താണ് ട്രാൻസിഷൻ? ട്രാൻസിഷൻ ട്രാൻസ്ഫർ ആവുക, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോവുക, അങ്ങനെയല്ലേ നമ്മൾ പറയാ ട്രാൻസ്ഫർ എന്ന് പറയാം. നിങ്ങള് പണ്ട് ഇങ്ങനെ ഇരുന്ന ആളാണ്, ഇപ്പൊ നല്ല ട്രാൻസ്ഫോം ആയി അല്ലെ, കുറെ വ്യത്യാസം വന്നു. അപ്പൊ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഒക്കെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ എല്ലാവരും ജിമ്മിലൊക്കെ പോയിട്ട് എല്ലുപോലെ ഇന്നാണ് എന്താണ് ജിമ്മിൽ പോയി സെറ്റ് ആയിട്ട് പറയുന്നത് എന്താണ് ട്രാൻസ്ഫോർമേഷൻ വീഡിയോ അല്ലെ. അപ്പൊ ഇങ്ങനെ ഇരുന്ന് 5-6 മാസം മുമ്പ് ഞാനെങ്കിൽ ഇപ്പൊ ഞാനെങ്കിൽ. അതുപോലെ ഇവിടെ ട്രാൻസിഷൻ എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പീരിയോഡിക് ടേബിൾ ഫസ്റ്റത്തെ 2 ഗ്രൂപ്പ് മെറ്റലാണ്, മനസ്സിലായോ? സോഡിയം ഒക്കെ എന്താണ് വെള്ളത്തിലിട്ട് ഓടിയിരുന്ന കത്ത്, പൊട്ടാസ്യം. അപ്പൊ അത്ര റിയാക്റ്റീവ് ആയിട്ടുള്ള ആ മെറ്റല് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന ആ സ്വഭാവം ഇങ്ങോട്ട് വരുന്തോറും കുറഞ്ഞു 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 മെറ്റൽ അല്ലാതെ, മനസ്സിലായോ? പണ്ടൊക്കെ ചെറുപ്പത്തിൽ എന്താണ് 5-ലും 6-ലും 7-ലൊക്കെ പഠിക്കുമ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കുകയും ഫ്രണ്ടിൽ പോയി മുട്ടുകുത്തിയൊക്കെ ചെയ്യും അല്ലെ. 10ാം ക്ലാസ്സിലൊക്കെ ഭയങ്കര ഇതൊക്കെ. അത് കഴിഞ്ഞ് +1 +2 കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ ആകുമ്പോൾ പള്ളിയിലേ പോകില്ല, മനസ്സിലായോ? പ്രാർത്ഥിക്കുകയും ഇല്ല. ഇപ്പൊ എന്താണ് 10ാം ക്ലാസ് ഭയങ്കര പ്രാർത്ഥന ആയിരിക്കുള്ളൂ, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന, പള്ളിയിൽ പോകുന്ന, ദൈവമേ എനിക്ക് പരീക്ഷ മാർക്ക് കിട്ടണേ. 10ാം ക്ലാസ് കഴിഞ്ഞ് നോക്കിയേ പിന്നെ ആ സെറ്റേക്ക് ഉണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾ ഇതിന്റെ ഞങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ ചേച്ചിമാരൊക്കെ നോക്കി, ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഇപ്പൊ ഒരു പരീക്ഷയ്ക്ക് അതുകൊണ്ട് തന്നെ കുട്ടി പോകും, അത് വേറെ കാര്യം കേട്ടാ. ഇപ്പൊ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ശക്തിയാണ്. കൊണ്ടേ കിട്ടുന്നത്. അപ്പോ അത് ഉണ്ട്, ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുക. കണ്ടുകൊണ്ട് ഒരു കാര്യം വിശ്വസിക്കുമ്പോൾ അത് വിശ്വാസമല്ലല്ലോ. നമ്മളൊരു കാര്യം കണ്ടിട്ട് നമ്മൾ അത് മനസ്സിലാക്കുമ്പോൾ അത് വിശ്വാസമല്ല, വിശ്വസിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് മനസ്സിലായി. അപ്പൊ ദൈവത്തെ നമ്മൾ വിശ്വസിക്കുക, അങ്ങനെ ശക്തി ഉണ്ടെന്ന് കേട്ടാ. അപ്പൊ ട്രാൻസിഷൻ എലമെന്റ്സ് മീൻസ് മെറ്റൽസിൽ നിന്ന് നോൺ മെറ്റൽസ്, മെറ്റൽ അല്ലാത്തവയിലേക്കുള്ള ക്രമമായ മാറ്റം, അത് സൂചിപ്പിക്കും. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ വരേണ്ടത്, അതിന്റെ നമ്മൾ നേരത്തെ മനസ്സിലായി, ഇതിന്റെ ഉള്ളിൽ വരേണ്ട ആൾക്കാരായിരുന്നു ആര്? ബ്ലോക്ക് എലമെന്റ്. അവിടെ സ്ഥലമില്ല, അതും കൂടി കിട്ടിയിരുന്നെങ്കിൽ പീരിയോഡിക് ടേബിൾ ഇങ്ങനെ നീണ്ടു വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പീരിയോഡിക് ടേബിൾ ഇങ്ങനെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ചരിക്കും, 2 ടെക്സ്റ്റ് ബുക്കിൽ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ താഴേക്ക് എടുത്ത് എഴുതി. അപ്പൊ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ അകത്ത് വരേണ്ടവർ എന്ന അർത്ഥത്തിൽ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് നമ്മൾ ഇവരെ വിളിക്കുക. നമ്മൾ ഇവരെന്താ വിളിക്കുക? ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്. മലയാളത്തിൽ സംക്രമണ മൂലകങ്ങൾ എന്ന് പറയും. അല്ല, ഇത് സംക്രമണ മൂലകങ്ങൾ എന്ന് പറയും, ഇതിനെ അന്തർ സംക്രമണ മൂലകങ്ങൾ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഈ ഒരു ഫിഗറിലേക്ക് നോക്കണം. നമ്മൾ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കട്ടോ, ഓരോരുത്തരെ കുറിച്ച് നമുക്ക് പഠിക്കണം.
ഇപ്പൊ ഇങ്ങനെ ഒരു സാധനം കൊണ്ട് നോട്ട്ബുക്കിൽ ഇപ്പൊ തന്നെ വരച്ചിട്ട് നോക്കി, അടിപൊളിയല്ലേ? പരീക്ഷയ്ക്ക് മുന്നേ കയറുമ്പോൾ നമുക്ക് ഒരു ഐഡിയ എന്താണ് എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എസ് ബ്ലോക്ക്. സാറൊക്കെ ഇങ്ങനെയാണ് പഠിക്കാം, മനസ്സിലായോ? ഇങ്ങനെ സാറ് എഴുതിയിട്ട് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇതങ്ങോട്ട് മെമ്മറിയിൽ അങ്ങനെ നിൽക്കുന്നത്, മനസ്സിലായോ? ഇതിനകത്തൊന്നും ഒരു കാരണവശാലും നമുക്ക് തെറ്റില്ല. ബേസിക് ഐഡിയ. ഓക്കെ, യെസ്. അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മക്കളെ. ഇനി അടുത്തത് എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. അതിന്റെ പ്രത്യേകത സാർ ഇവിടെ എഴുതിയിടും, കാരണം എഴുതി വരുമ്പോൾ ഒരുപാട് സമയം പോകുന്നതുകൊണ്ട് എഴുതിയിട്ടിട്ടായിരിക്കും നിങ്ങളെ പഠിപ്പിക്കുക, കേട്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നിലേക്കും പോവാം. ഫസ്റ്റ് വൺ ഈസ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. അപ്പോ എസ് ബ്ലോക്കിലേക്ക് പോവാം. എസ് ബ്ലോക്കിനെ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു 1, 2, 3, 4, 5 സെക്ഷനായിട്ട് സാർ തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ലൊക്കേഷൻ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ക്ലാസിഫിക്കേഷൻ, കീ പ്രോപ്പർട്ടീസ് ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഓക്കെ, ഓക്കെ, നമ്പർ ഇടാം നമുക്ക്. ഒരു നമ്പർ 1, 2, 3, 4, 5 ഇങ്ങനെ തന്നെ എഴുതിയെടുക്കുക കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ലൊക്കേഷൻ നോക്കാം. എവിടെയാണ് ലൊക്കേഷൻ? ലൊക്കേഷനെ കുറിച്ച് പഠിക്കുമ്പോൾ പീരിയോഡിക് ടേബിളിലെ എന്താണ് ഗ്രൂപ്പ് 1 ആൻഡ് 2 അല്ല, ഇതാണ് ലൊക്കേഷൻ വരിക. എവിടെ വരുന്നത്? ഗ്രൂപ്പ് 1ലും 2ലാണ് ലൊക്കേഷൻ വരിക. അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉദ്ദേശിക്കുന്നത് ഈ അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോൺ, ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എന്താണ്? NS1 to 2. ഇത് നമ്മൾ നേരത്തെ പഠിച്ച കേസാണ്. ഓക്കെ, അപ്പോ ഗ്രൂപ്പ് 1 ആൻഡ് 2. അടുത്തത് ഇനി വരുന്നത് ക്ലാസിഫിക്കേഷൻ ആണ്. ഇപ്പൊ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഗ്രൂപ്പ് ഉണ്ട്, ഏതൊക്കെയാണ് അതിന്റെ പ്രത്യേകതകളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് 3 തരം ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒന്ന് ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, പിന്നെ സോളിഡ് എന്നുള്ള രീതിയിൽ നോക്കാം. ആദ്യം ഗ്രൂപ്പ് 1. ഈ ഗ്രൂപ്പ് 1 എലമെന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കലി. ആൽക്കലി മെറ്റൽസ്. ഇതാണ് ഗ്രൂപ്പ് 1 നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ആൽക്കലി മെറ്റൽസ്. അപ്പൊ അതിനകത്ത് വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാണ്? ലിഥിയം വരുന്നുണ്ട്, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. ഇതൊക്കെയാണ് ഗ്രൂപ്പ് 1 വരുന്നത്. ഇനി ഗ്രൂപ്പ് 2 ഗ്രൂപ്പ് 2 വരുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. എന്താണ്? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെർലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്റ്റോണേഷ്യം, ബേരിയം, റേഡിയം. എല്ലാം പഠിക്കണമെന്നില്ല, ജസ്റ്റ് സാർ എഴുതിയുന്നു. ഓക്കെ, അപ്പൊ ക്ലാസിഫിക്കേഷനിൽ ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2 എന്ന് പറഞ്ഞു. നമ്മള് ഇവിടെ പഠിക്കുന്ന മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ് വാലൻസ് ഷെൽ എന്നുള്ളതാണ്. വാലൻസ് ഷെൽ ഏതാണ്? വാലൻസ് ഷെൽ എന്ന് പറയുന്നത് എസ് ആണ്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ എസിൽ അവസാനിക്കുന്നു, മനസ്സിലായോ? അപ്പൊ ഇവിടെ ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയാണ് പോകുന്നത്? എസിലേക്കാണ് പോകുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങളൊന്നും എഴുതിയെടുത്തേ, കാരണം ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ ഇത് വായിക്കണം. ഓക്കെ, അപ്പോ എന്താണ് നമ്മൾ പറഞ്ഞത്? എസ് ബ്ലോക്ക് എലമെന്റ്സ് ഫസ്റ്റത്തെ 2 ഗ്രൂപ്പിലാണ് വരിക. ഫസ്റ്റ് ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2. ഇപ്പൊ ലൊക്കേഷൻ പറഞ്ഞു. ഇനി അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറഞ്ഞാൽ അവസാനിക്കുന്നത് NS1 അല്ലെങ്കിൽ 2 അത് എന്തുകൊണ്ടാണെന്ന് നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, അങ്ങനെ എസിൽ ലാസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ പോകുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ വിളിക്കുന്നത് എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്തെന്ന് വിളിക്കാന്ന് വെച്ചാൽ ഈ പോയിന്റ് പറയണം. എന്തെന്ന്? ലാസ്റ്റ് ഷെൽ ഇലക്ട്രോൺ എൻറ്റർഡ് ഇൻടു എസ് സബ് ഷെൽ എന്ന് പറയണം, കേട്ടോ? ഓക്കെ, അടുത്തത് ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 2 ക്ലാസിഫിക്കേഷൻ. ഗ്രൂപ്പ് 1 ഉണ്ട്, ഗ്രൂപ്പ് 2 ഉണ്ട്. ഗ്രൂപ്പ് 1 മെറ്റൽസിന് എല്ലാവരും മെറ്റൽസ് ആണ്. മെറ്റൽസിനെ നമ്മൾ വിളിക്കുന്ന പേര് ആൽക്കലി മെറ്റൽസ് എന്നാണ്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. അതിനകത്ത് ഫ്രാൻസിയം എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആണ്, കേട്ടോ. സീസിയം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലെടുത്താൽ ഉരുകിപ്പോവും. നോർമൽ ടെമ്പറേച്ചറിൽ അത് ഉരുകിപ്പോവും. ബാക്കി എല്ലാം സോളിഡ് ആണ്, അത് ലിക്വിഡ് ആണ്. ഓക്കെ, ഇനി ഗ്രൂപ്പ് 2 വരുമ്പോൾ ലിക്വിഡ് ആണെന്ന് പറഞ്ഞാൽ ഈ ടെമ്പറേച്ചർ നോക്കിയിട്ടാണ് ലിക്വിഡ് ആണെന്ന് പറയുന്നത്, കേട്ടോ. ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ ലിക്വിഡ് ആയി പോകും. ഗ്രൂപ്പ് 2 ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. അപ്പൊ രണ്ടാമത്തെ ഗ്രൂപ്പില് ലിഥിയം, ബെർലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്റ്റോണേഷ്യം, ബേരിയം, റേഡിയം. നമ്മൾ
എന്താണ് ഗ്രൂപ്പ് 2-നെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? പാത്രം കിട്ടിയല്ലോ. ഇവരുടെ എല്ലാവരുടെയും വാലൻസ് ഷെല്ലിൽ അവസാനിക്കുന്നത് ഏത് ഷെല്ലാണ്? എസ്സിലാണ്. എസ് എന്ന് പറയുന്ന സബ് ഷെല്ലിലായിരിക്കും അവസാനിക്കുന്നത്. വാലൻസ് സബ് ഷെൽ കേട്ടാ, വാലൻസ് സബ് ഷെൽ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് ഇത്രയും മനസ്സിലായി അല്ലെ? ഈ 2 പോയിന്റ് ആണ് പ്രധാനപ്പെട്ട 2 പോയിന്റുകൾ നമുക്ക് പഠിക്കാനുള്ളത്. കീ പ്രോപ്പർട്ടീസ് എന്തെല്ലാമാണ് കീ പ്രോപ്പർട്ടീസ് എന്നുള്ളത്. അപ്പൊ നമുക്കത് വായിക്കാം അല്ലെ? ഇതിനകത്ത് ഒരു കാര്യം കൂടി നമുക്കൊന്ന് പറഞ്ഞേക്കാം. ഗ്രൂപ്പ് 1-ലും ഗ്രൂപ്പ് 2-ലും അതൊന്ന് പറഞ്ഞേക്കാം. ഗ്രൂപ്പ് 1-ല് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് +1-ഉം ഗ്രൂപ്പ് 2-ന്റെ താഴെ കേട്ടാ. ഗ്രൂപ്പ് 2-ല് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് +2 ആയിരിക്കും. അതും കൂടി അതിനകത്ത് ഒന്ന് ആഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് 2 കാര്യം കൂടി പറയണം. ഇതെല്ലാം എന്താണ്? ഹൈലി റിയാക്റ്റീവ് ആണ്. ഒരു പോയിന്റ് ഹൈലി റിയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതാണ്. പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അവരെന്താണ് ഫോം അയോണിക് കോമ്പൗണ്ട്സ്. ഈ ഒരു പോയിന്റും കൂടി നിങ്ങൾ ആ ഒരു ക്ലാസിഫിക്കേഷനിൽ ചേർത്ത് വെച്ചു കേട്ടോ. അപ്പൊ ഹൈലി റിയാക്റ്റീവ് ആണ്. പിന്നെന്താണ്? ഗ്രൂപ്പ് 1-ലാണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ +1 എന്നും ഗ്രൂപ്പ് 2-ലാണെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 എന്ന് എഴുതാം. അപ്പൊ ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അറിയാനുള്ള കൂട്ടിൽ ഞാൻ പറഞ്ഞില്ലേ, മുന്നത്തെ ക്ലാസ് നന്നായിട്ട് കാണുക. ഓക്കെ, അതുകൊണ്ട് ഇനി സാർ ഓക്സിഡേഷൻ നമ്പർ എന്നേ ഇവിടെ പറയത്തുള്ളൂ. പിന്നെ ഹൈലി റിയാക്റ്റീവ് ആണ്, വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നവരാണ്. ഫോം അയോണിക് കോമ്പൗണ്ട്, അയോണിക് കോമ്പൗണ്ടുകൾ ഉണ്ടാക്കുന്നവരാണ്. അത്തരം കാര്യങ്ങൾ അവിടെ കേൾപ്പോട്ടെ. കീ പ്രോപ്പർട്ടീസ് ക്ലിയർ? ഈ കീ പ്രോപ്പർട്ടീസിൽ ഒന്നാമത്തെ പറയുന്നത് ലോ അയണൈസേഷൻ എൻതാൽപ്പിയാണ്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലോ അയോണൈസേഷൻ എൻതാൽപ്പി. അപ്പൊ ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യില്ല, കാരണം ഓൾറെഡി അയണൈസേഷൻ എൻതാൽപ്പി പാർട്ട് 5 വലിയ വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പൊ ലോ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ കുറച്ച് എനർജി മതി. എന്താണ് അയണൈസേഷൻ എൻതാൽപ്പി? അവരുടെ ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ നമുക്ക് വേണ്ടി വരുന്ന എനർജിയാണ് അയണൈസേഷൻ എൻതാൽപ്പി. അത് എസ് ബ്ലോക്കിനെ സംബന്ധിച്ച് വളരെ കുറച്ച് മതി. അതുകൊണ്ടാണ് അവർ ഹൈലി റിയാക്റ്റീവ് ആവുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഹൈലി റിയാക്റ്റീവ്. ബിക്കോസ് ഓഫ് ദിസ് ദേ ആർ ഹൈലി റിയാക്റ്റീവ്. ആ പോയിന്റ് ഒന്നും കൂടി ഇവിടെ മനസ്സിലാക്കാം. ഓക്കെ, കീ പ്രോപ്പർട്ടീസ് വരുമ്പോൾ. ഇനി മൂന്നാമത്തെന്ന് വെച്ചാൽ എല്ലാവരും എന്താണ്? മെറ്റൽ ആണ്. സോ മെറ്റാലിക് നേച്ചർ. ഓക്കെ, നാലാമത്തെ കീ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫോം എന്താണ്? അയോണിക് കോമ്പൗണ്ട്സ് എന്താണ് ഇവരുണ്ടാക്കും എന്നുള്ളതാണ് നാലാമത്തെ കീ പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത്. ലാസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ കേസാണ് ഫിക്സഡ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഗ്രൂപ്പ് 1-ന് +1-ഉം ഗ്രൂപ്പ് 2-ന് +2. അത് മാറൂല. ബട്ട് നമ്മള് ഡി ബ്ലോക്സിലൊക്കെ വരുമ്പോ എന്താണ്? ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ് മാറിക്കൊണ്ടിരിക്കും. അത് മാഗ്നീസിനാണെങ്കിൽ +2, +3, +4, +5, +6, +7 വിവിധ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്. അത് എന്തുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു കീ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ എസ് ബ്ലോക്കിന്റെ എലമെന്റ്സിന്റെ കീ പ്രോപ്പർട്ടീസ് ഒന്ന് എന്താണ്? അവർക്ക് അയണൈസേഷൻ എൻതാൽപ്പി കുറവാണ്, ഹൈലി റിയാക്റ്റീവ് ആണ്, മെറ്റൽ ആണ് എല്ലാവരും, അയോണിക് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നു, പിന്നെ ഫിക്സഡ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് അവർക്കുള്ളത്. അതായത് +1, +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇത്രയാണ് നമ്മൾ എസ് ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എങ്ങനെയായിരിക്കും? സോളിഡ് ആണോ, ലിക്വിഡ് ആണോ, ഗ്യാസ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് എന്താണ് പഠിക്കാം. ഓക്കെ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് തിയറി ആണ്. അപ്പൊ എന്താണ്? ഇതുപോലെ പോയിന്റ് ഔട്ട് ചെയ്ത് പഠിച്ചാലേ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ തന്നെ വായിച്ചിട്ട് പോയാൽ ചിലപ്പോൾ നമുക്ക് ഇതിന്റെ കൃത്യമായിട്ടുള്ള ആൻസറുകൾ എഴുതാൻ പറ്റിയത് വരില്ല. ഇതുപോലെ പോയിന്റ് ഔട്ട് ചെയ്യാം. അപ്പൊ ആദ്യം ഫിസിക്കൽ പ്രോപ്പർട്ടീസ്.
ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ഒന്ന് എന്ന് പറയുന്നത് എല്ലാവരും സോളിഡ് ആണ്. മനസ്സിലായോ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഓൾ സോളിഡ്സ് അറ്റ് റൂം ടെമ്പറേച്ചർ. ഓൾ ആർ സോളിഡ്സ് ഗരമാണ്, ഇങ്ങനെ നമുക്ക് പിടിക്കാൻ പറ്റും. അറ്റ് റൂം ടെമ്പറേച്ചർ. അങ്ങനെ പറയണം, റൂം ടെമ്പറേച്ചർ. നമുക്കറിയാം റൂം ടെമ്പറേച്ചർ, നമ്മുടെ സാധാരണ റൂം ടെമ്പറേച്ചർ ഡിഗ്രി, നമ്മുടെ ബോഡി ടെമ്പറേച്ചറിലൊക്കെ എന്താണ് നമ്മൾ നോക്കുമ്പോൾ ഇത് എന്താണ്? ഗരമാണ്, സോളിഡ് ആണ്. ബട്ട് എക്സ്പെഷണൽ കേസ് ഉണ്ട്, അത് നമ്മൾ CC നമുക്ക് പിന്നെ പറയാം. ഇനി ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റിനെ കുറിച്ച് പറയുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് ഇത് ഉരുകുന്ന പോയിന്റ് ഉണ്ടല്ലോ, മെൽറ്റിംഗ് പോയിന്റ് ഡിക്രീസസ്, താഴേക്ക് വരുന്തോറും കുറഞ്ഞു വരും. ഡൗൺ ദ ഗ്രൂപ്പ്, താഴേക്ക് വരുന്തോറും മെൽറ്റിംഗ് പോയിന്റ് എന്താണ്? കുറഞ്ഞു വരുന്നതായിട്ടാണ് നമ്മൾ കാണാം. മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൂടാക്കിയാൽ ഉരുകുന്നുണ്ട്, പെട്ടെന്ന് ഉരുകുമോ ഇല്ലയോ? താഴേക്ക് വരുന്നതോറും പെട്ടെന്ന് ഉരുകും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, അതിനകത്ത് സ്പെഷ്യൽ കേസസ് വരുന്നത് ഒന്ന് CCM ആണ്. CS. ഈ CCത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് 28.4 ഡിഗ്രി സെൽഷ്യസ്. നമുക്കറിയാം നമ്മുടെ ഇവിടുത്തെ നോർമൽ ടെമ്പറേച്ചർ ഒരു 30 മേലൊക്കെ പോകും, 30-35 നമ്മുടെ ബോഡി ടെമ്പറേച്ചറിന്റെ താഴെ വരും. ബട്ട് CC എന്ന് പറയുന്നത് 28.4 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് നോർമൽ ടെമ്പറേച്ചറിനേക്കാളും താഴെയാണ്. ആ സമയം അത്രയും ടെമ്പറേച്ചർ വരുമ്പോൾ തന്നെ CC ഉരുകി പോകും, വെള്ളമായി പോകും. നമ്മൾ ഗരമാണെങ്കിലും, നമ്മൾ എല്ലാം ഗരമാണ്, എല്ലാം സോളിഡ് ആണെന്ന് പറഞ്ഞാൽ പോലും CC അങ്ങനെ അല്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, പിന്നെ അടുത്ത വരുന്നത് ഫ്രാൻസിയോൺ. അതെന്താണ്? റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ആണ്. റേഡിയോ ആക്റ്റീവ്. ഓക്കെ, ഫ്രാൻസിയോ എന്താണ്? റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ്. ഓക്കെ, കുറച്ച് ഷോർട്ടർ ലൈഫാണ് അതിനകത്തുള്ളത്. പിന്നെ അതുപോലെ തന്നെ വരുന്ന ഒരാളാണ് റേഡിയം, RA. നമ്മൾ രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരുന്ന റേഡിയം, അതും റേഡിയോ ആക്റ്റീവ് ആണ്. ഓക്കെ, നമ്മൾ പണ്ടൊക്കെ ക്യാൻസർ ചികിത്സയൊക്കെ ഉപയോഗിച്ചിരുന്നു, ഇപ്പൊ നമ്മൾ അധികമായിട്ട് ഉപയോഗിക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ പെയിന്റ്, തിളങ്ങണ പെയിന്റ്, ലുമിനസ്, അതായത് നമ്മളിങ്ങനെ രാത്രിയൊക്കെ ലൈറ്റ് അടിക്കുമ്പോൾ തിളങ്ങൂലേ, ആ പെയിന്റിന് വേണ്ടിയിട്ട് റേഡിയോ ഒക്കെ ഉപയോഗിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ ഉപയോഗിക്കാൻ പാടില്ല, കാരണം അതൊക്കെ നമുക്ക് എന്താണ് റേഡിയേഷൻസ് ഉണ്ടാക്കും, നമ്മുടെ സെല്ലിന് ഡിഫറൻസ് വന്നിട്ട് ക്യാൻസർ ഉണ്ടാക്കും. അപ്പൊ അങ്ങനെയുള്ള പോർഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മളത് ഉപയോഗിക്കില്ല. ക്യാൻസർ സെല്ലുകൾ നശിപ്പിച്ച് കളയാനാണ് നമ്മൾ റേഡിയോ ഒക്കെ ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അതൊരു ലേഡിയാണ് കണ്ടുപിടിച്ചത്. അപ്പൊ ഫസ്റ്റ് നോബൽ പ്രൈസ് കിട്ടുന്നത് ലേഡിക്ക് ഈ റേഡിയോ കണ്ടുപിടിച്ചതിനാണ്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇത് ഫ്രാൻസിയ നമുക്കറിയാം ഫസ്റ്റ് ഗ്രൂപ്പിലും റേഡിയം സെക്കൻഡ് ഗ്രൂപ്പിലാണ് വരുന്നത്. ഇവരൊക്കെ റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ആണ്. CCP കുറിച്ചൊന്ന് ഓർത്ത് വെക്കുക, അതായത് ചിലപ്പോൾ ചോദിച്ചേക്കാം 1 വേർഡ് ഒക്കെ ആയിട്ട് കേട്ടോ. CC നമ്മുടെ നോർമൽ റൂം ടെമ്പറേച്ചറിൽ സോളിഡ് ആണെങ്കിൽ പോലും അത് ഉരുകി ലിക്വിഡ് ആയി പോകും. ഓക്കെ, ഇനി അപ്പൊ ഇത്രയും പോയിന്റ് ആണ് നമുക്ക് എസ് ബ്ലോക്കിനെ കുറിച്ച് എന്താണ് പറയാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പോ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞതെന്ന് ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയ മക്കളെ. ഇപ്പൊ നോക്കാം എന്തൊക്കെയാണ് പറഞ്ഞത്. ഒന്ന് നമ്മൾ പറഞ്ഞത് എന്താണ്? ലൊക്കേഷൻ ആണ് പറഞ്ഞത്. ലൊക്കേഷൻ എവിടെയാണ്? ഗ്രൂപ്പ് 1ലും 2ലാണ് പറഞ്ഞത്. അടുത്തത് ഇലക്ട്രോൺ കോൺഫിഗേഷൻ ആണ്. NS1 to 2 പറഞ്ഞ് ലാസ്റ്റ് ഇലക്ട്രോൺ Sലേക്കാണ് പോകുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഇലക്ട്രോൺ കോൺഫിഗേഷൻ തന്നെ ഗ്രൂപ്പ് 1 ഉണ്ട്. ഗ്രൂപ്പ് 1ല് ആൽക്കലി മെറ്റൽസ് എന്ന് പറഞ്ഞു, അതിന്റെ പേരുകളൊക്കെ പറഞ്ഞു. ഗ്രൂപ്പ് 2ല് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് പറഞ്ഞു, അതിന്റെ പേരുകൾ പറഞ്ഞു. പിന്നെ ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറഞ്ഞു. ഗ്രൂപ്പ് 1 ആണെങ്കിൽ +1, ഗ്രൂപ്പ് 2 ആണെങ്കിൽ +2 ആണ്. അതായത് ഗ്രൂപ്പ് 1 ആണെങ്കിൽ 1 ഇലക്ട്രോണിനെ വിട്ട് കൊടുക്കും, ഗ്രൂപ്പ് 2 2 ഇലക്ട്രോണിനെ വിട്ട് കൊടുക്കും. അങ്ങനെയാണ് പ്ലസ് വരുന്നത്. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മുന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്, ഓക്സിഡേഷൻ നമ്പർ എന്താണെന്ന്. അപ്പൊ അത് പഠിക്കുക. ക്ലാസിഫിക്കേഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മള് ഈ പറഞ്ഞ ഹൈലി റിയാക്റ്റീവ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് അയോണിക് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. ഇനി കീ പ്രോപ്പർട്ടീസിൽ ഇവിടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മാത്രമേ ഉള്ളൂ, അതാണ് ഞാൻ നോക്കി പറയുന്നത്. കീ പ്രോപ്പർട്ടീസിൽ ഒന്ന് മിസ്സായി പോകരുതല്ലോ. ഒന്ന് ലോ അയൻസേഷൻ എന്തായാലും പറഞ്ഞു, അതായത് കുറച്ച് ഊർജ്ജം മതി അവരുടെ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാനായിട്ട്. ഓക്കെ, പെട്ടെന്ന് രാസപഥത്തിൽ ഏർപ്പെടും. ഹൈലി റിയാക്റ്റീവ് ആണ്, നന്നായിട്ട് റിയാക്ട് ചെയ്യുന്നതാണ്. മെറ്റാലിക് നേച്ചർ ആണ്, എന്താണ് മെറ്റൽസിന്റെ സ്വഭാവമാണ്. മെറ്റൽ എന്താണ്? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന ആൾക്കാരാണ് നമുക്ക് മെറ്റൽ എന്ന് പറയാം. അപ്പൊ മെറ്റലിന്റെ സ്വഭാവമാണ്. പിന്നെ പഠിച്ചത് ഫിക്സ്ഡ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്, അതായത്
ഗ്രൂപ്പ് 1 +1 ഓക്സിഡേഷൻ സ്റ്റേറ്റും ഗ്രൂപ്പ് 2 +2 ഓക്സിഡേഷൻ സ്റ്റേറ്റും നമ്മൾ പറഞ്ഞു. ലാസ്റ്റ് വൺ ഈസ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓൾ ആർ സോളിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. എല്ലാവരും സോളിഡ് ആണ് റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, എക്സെപ്റ്റ് സീസിയം. സീസിയം അല്ല. മെൽറ്റിംഗ് പോയിന്റ് ഡിക്രീസസ് ഡൗൺ ടു ഗ്രൂപ്പ്. താഴേക്ക് വരുന്നതോറും മെൽറ്റിംഗ് പോയിന്റ് എന്താണ്, കുറഞ്ഞാണ് വരുന്നത്. ഫ്രാൻസിയവും റേഡിയവും എന്താണ്, റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ആണ്. നമ്മൾ പണ്ട് എന്താണ് ക്യാൻസർ ട്രീറ്റ്മെന്റിനും അതുപോലെ തന്നെ പെയിന്റ്, തിളങ്ങുന്ന പെയിന്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് റേഡിയോ ഇതൊക്കെ നമ്മൾ എന്താണ് ഉപയോഗിച്ചിരുന്നു കേട്ടോ. അതുപോലെ തന്നെ എന്താണ് ന്യൂട്രോൺ സോഴ്സ് ആയിട്ടും ഉപയോഗിച്ചിട്ടുണ്ട്. ഐസോടോപ്പിന്റെ നമ്പറും പറയുന്നുണ്ട് 226. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചു നോക്കുക, അത്രയും പോർഷൻസ്. അപ്പൊ എസ് ബ്ലോക്കിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ പി ബ്ലോക്ക് എലമെന്റ്സ്. ഇപ്പൊ മക്കളെ പി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. അതിന്റെ ലൊക്കേഷൻ എവിടെ വരുന്ന, റൈറ്റ് സൈഡിൽ ഗ്രൂപ്പ് നമ്പർ 13 മുതൽ 18 വരെയാണ്. അപ്പോ ലൊക്കേഷൻ നമ്മൾ പറയുമ്പോൾ എന്താണ്, റൈറ്റ് സൈഡ് എന്താണ്, ഗ്രൂപ്പ് നമ്പർ 13 ടു ഗ്രൂപ്പ് നമ്പർ 18 വരെയാണ് നമ്മുടെ ഈ ആര് വരുന്നത്, പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ലൊക്കേഷൻ വരെ നമ്മൾ കണ്ടതാണ്. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, NS2 NP126 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. അപ്പൊ ലാസ്റ്റ് ഇലക്ട്രോൺ ഗോസ് ടു എന്താണ്, പി സബ്ഷെല്ലിലേക്കാണ് പോകുന്നത്. ഓക്കെ, ക്ലിയർ, അത് മനസ്സിലായി. ഇനി ഫിസിക്കൽ സ്റ്റേറ്റിലേക്ക് നമ്മൾ വരുമ്പോൾ ഫിസിക്കൽ സ്റ്റേറ്റ് സോളിഡ് ഉണ്ട്, ഇതിനകത്ത് ലിക്വിഡ് ഉണ്ട്, ഗ്യാസ്. അപ്പൊ ഡൈവേഴ്സിറ്റി ആണ് ഈ പി ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതിനകത്ത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ് ഉണ്ട്, സോളിഡ്സ് ഉണ്ട്, ഓക്കെ, ലിക്വിഡ്സ് ഉണ്ട്, ഓക്കെ, ദെൻ ഗ്യാസസ് ഉണ്ട്. അപ്പൊ 3 തരത്തിലുള്ള എലമെന്റ്സ് ഉണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി, ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് പഠിക്കണം കേട്ടോ. ചിലതൊക്കെ തെറ്റുകൾ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ടെക്സ്റ്റ് ബുക്കിൽ എന്ത് വരുന്നോ അത് പഠിച്ചു വെച്ചോ, കാരണം അതിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടും തെറ്റാണെങ്കിലും. അപ്പൊ ഇതിനകത്ത് സോളിഡ്സിൽ വരുന്നത് കാർബൺ, ഫോസ്ഫറസ്, സിലിക്കൺ, സൾഫർ, അലുമിനിയം, അങ്ങനെ 1-2 എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചു വെക്കുക. ലിക്വിഡ് ആയിട്ട് വരുന്നത് നമ്മുടെ ബ്രോമിൻ, ഗാലിയം, ഗാലി നമ്മൾ കയ്യിലെടുത്ത എന്താണ് പോകും കേട്ടാ. റൂം ടെമ്പറേച്ചർ ബ്രോമിനാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. ഇനി ഗ്യാസസ് വരുന്നത് നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ, നിയോൺ, പിന്നെ ഹീലിയം, നിയോൺ, അങ്ങനെ എഴുതാം, നിയോൺ, ഇതൊക്കെയാണ് വരുന്നത്. ഓക്കെ, അതിനകത്ത് ബോറോൺ നമ്മൾ സോളിഡ്സ് ആയിട്ട് പെടുത്തില്ല, കാരണം ബോറോൺ എന്താണ് ലിക്വിഡ് ആയിട്ടും കാണപ്പെടാം. അപ്പൊ ബോറോൺ നമ്മൾ തൽക്കാലം ഇതിനകത്ത് എഴുതുന്നില്ല. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ നോക്കി എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിക്കോ. ഓക്കെ, അപ്പൊ സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ്, ഈ 3 ക്ലാസിഫിക്കേഷൻ ആണ് ഫിസിക്കൽ സ്റ്റേറ്റ്. അതായത് എങ്ങനെയാണ് അവർ കാണപ്പെടുന്നത്, സോളിഡ് ആയിട്ട് കാണപ്പെടാം, ലിക്വിഡ് ആയിട്ട് കാണപ്പെടാം, ഗ്യാസ് ആയിട്ട് കാണപ്പെടാം. ബട്ട് നമ്മൾ എസ് ബ്ലോക്കിൽ കണ്ട എല്ലാവരും സോളിഡ്സ് ആണ്, എക്സെപ്റ്റ് നമ്മുടെ CC ഒഴിച്ചിട്ട്. CCയും സോളിഡ് ആണ്, പക്ഷെ ടെമ്പറേച്ചർ എന്താണ് കൂടി കഴിഞ്ഞാൽ CCM എന്താണ് ഈ പറഞ്ഞ നമ്മുടെ നോർമൽ ടെമ്പറേച്ചർ. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് സെക്ഷൻ. നമ്മുടെ മെയിൻ ആയിട്ട് പോയിന്റ് വരുന്നത് ക്ലാസിഫിക്കേഷനും ക്യാരക്ടറിസ്റ്റിക്സും ആണ്. ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ 3 പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. ഒന്ന്, ഇതിനകത്ത് മെറ്റൽസ് ഉണ്ട്, ലോഹങ്ങളുണ്ട്. 2, അലോഹങ്ങളുണ്ട്, നോൺ മെറ്റൽസ്. അതായത് മെറ്റലും നോൺ മെറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് നോൺ മെറ്റൽസ്. അപ്പൊ ആദ്യം മെറ്റൽ എന്താണെന്ന് മക്കളെ മനസ്സിലാക്കണം. ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന ആളുകളാണ് മെറ്റൽസ് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഇരുമ്പിന്റെ കത്തിയൊക്കെ മെറ്റലാണ്. എന്താണ് മെറ്റലിന്റെ പ്രത്യേകത? അത് ഡക്റ്റീവാണ്, വലിച്ചു നീട്ടി നമുക്ക് നൂലുകൾ ഉണ്ടാക്കുക അല്ലെ നീളത്തില്. അതുപോലെ തന്നെ മാലിയബിൾ, അടിച്ച് പരത്താം, സ്ട്രോങ് ആണ് അല്ലെ. എല്ലാ മെറ്റൽസ് അല്ലെങ്കിലും സ്ട്രോങ് ആണ് ജനറൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല്. അതുപോലെ തന്നെ അതൊന്ന് തട്ടിയ സൗണ്ട് കേൾക്കും. ഇതൊക്കെയാണ് മെറ്റലിന്റെ പ്രത്യേകത. പക്ഷെ നമ്മൾ മെർക്കുറി എടുത്തു കഴിഞ്ഞാൽ മെർക്കുറി മെറ്റലാണ്, Hg, പക്ഷെ ലിക്വിഡാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ കുറച്ച് എക്സെപ്ഷണൽ കേസ് ഉണ്ടെങ്കിൽ പോലും മെറ്റലിന്റെ ജനറൽ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഇതൊന്നുമല്ലാത്ത, അതായത് ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന ആൾക്കാരാണ് നോൺ മെറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ നോൺ മെറ്റൽസിൽ വരുന്നതാണ് നമ്മുടെ ഈ പറഞ്ഞ ഫ്ലോറിനും ബ്രോമിനും ഒക്കെ. അപ്പൊ ഇതിന് രണ്ടിന്റെ ഇടയിൽ, അതായത് നമ്മൾ സെമി കണ്ടക്ടർ ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന
ഇതിന് രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാരാണ് ജർമ്മനിയം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ. അവരെന്ന് വെച്ചാൽ ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഇലക്ട്രോണുകളെ കടത്തിവിടുന്ന വൈദ്യുതിയെ കടത്തിവിടുന്ന ആൾക്കാരാണ്. ചൂടാക്കിയില്ലെങ്കില്ല, അതായത് ഭാഗികമായി മാത്രം വൈദ്യുതിയെ കടത്തിവിടുന്ന ആൾക്കാരാണ് ഈ മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത്. അതായത് മെറ്റലും അല്ല നോൺ മെറ്റലും അല്ല. അപ്പൊ പൂർണ്ണമായിട്ട് മുഴുവനും വൈദ്യുതിയെ കടത്തിവിടുന്ന ആൾക്കാരാണ് ആര്? മെറ്റൽസ് എന്ന് പറയുന്നത്. എന്നാൽ ഒട്ടും വൈദ്യുതിയെ കടത്തിവിടാത്ത ആൾക്കാരാണ് ആര്? നോൺ മെറ്റൽസ്. അപ്പൊ ഒരു കാര്യം 3 പേരിലും വന്നു, ശ്രദ്ധിക്കുക. വൈദ്യുതിയെ കടത്തിവിടുന്ന കണ്ടക്ടിവിറ്റി, ഇലക്ട്രോണിനെ കടത്തിവിടുന്ന ഇലക്ട്രിസിറ്റിനെ കടത്തിവിടുന്ന കഴിവ് നോക്കിയാൽ നന്നായി കടത്തിവിടുന്ന ആൾക്കാരാണ് ആര്? മെറ്റൽസ്. കാരണം ബിക്കോസ് ദേ ഹാവ് ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിച്ച് കറണ്ടിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന കോപ്പർ വയർ അല്ലെ, അതിനകത്തെ കൂടെ ഇലക്ട്രോൺസ് ഇങ്ങനെ കടന്നു പോകും, വൈദ്യുതി കടത്തി വിടാൻ സഹായിക്കും. അപ്പൊ മെറ്റൽസ് എല്ലാം എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. നോൺ മെറ്റൽസ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയെ കടത്തി വിടില്ല, ഒട്ടും വിടില്ല. ഓക്കെ, കിട്ടിയോ? യെസ്. എന്നാൽ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ, അതായത് മെറ്റൽസിന്റെ അത്രയും കടത്തി വിടില്ല, എന്നാൽ നോൺ മെറ്റലിനെ പോലെ ഒട്ടും കടത്തി വിടാതിരിക്കുകയുമില്ല. കുറച്ചൊക്കെ കടത്തി വിടാം, ചൂടാക്കി നന്നായി കുറച്ചും കൂടി കടത്തി വിടാം. അങ്ങനെയാണ് ഇതിന്റെ രണ്ടിന്റെയും നടുവിൽ നിൽക്കുന്ന ആൾക്കാരാണ് മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത്. എന്താണ് മെറ്റലോയിഡ്സ്? അപ്പൊ അത് ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായിട്ട് നിറങ്ങൾ കൊടുത്തിട്ട് പറഞ്ഞിട്ട്, അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ പഠിക്കുമ്പോൾ ക്ലാസിഫിക്കേഷൻ നമുക്ക് എന്താണ് പ്രധാനമായിട്ടും 3 എണ്ണമാണ്. ഒന്ന് മെറ്റൽസ്, ഓക്കെ. രണ്ടാമത്തത് മെറ്റലോയിഡ്സ്, മെറ്റൽ അല്ല നോൺ മെറ്റൽ അല്ല, മെറ്റലോയിഡ്. മൂന്നാമത്തത് എന്താണ്? നോൺ മെറ്റൽ. അതുകൂടാണ്ട് 4ാമതൊരു കാറ്റഗറിയാണ് നോബിൾ ഗ്യാസ്. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് പി ബ്ലോക്കിൽ വരുന്നത്. അപ്പൊ ഇത് 3 നമുക്ക് ആദ്യം നന്നായി പഠിക്കാം, എന്നിട്ട് നമുക്ക് നോബിൾ ഗ്യാസിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ 2 സാറ് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്, നോക്കാം നമുക്ക്. ആദ്യം മെറ്റൽസ്. ഇപ്പൊ ഇവിടെ ഒരു നേരത്തെ പിക്ചർ ഒന്ന് കണ്ടില്ലേ? ആ പിക്ചറിൽ ബ്ലൂ കളറിലുള്ളതാണ് മെറ്റൽസ്. സാർ ഓൾറെഡി പറഞ്ഞു, ഒന്നുകൂടി നോക്കി. എന്താണ് മെറ്റൽസ് ബ്ലൂ കളറിൽ വരുന്നത്? മെറ്റൽ എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു. മാലിയബിൾ, അടിച്ചു വരുത്താൻ പറ്റും, ഡക്റ്റൈൽ, വലിച്ചു നീട്ടി കമ്പിയാക്കാൻ പറ്റും, ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി, അത് വെരി ഇമ്പോർട്ടൻറ്റ്. വൈദ്യുതി നന്നായി കടത്തിവിടുക, അവരാണ് മെറ്റൽസ് എന്ന് പറയുന്നത്. ഡൊണേറ്റ് ഇലക്ട്രോൺസ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ, ഒരു കെമിക്കൽ റിയാക്ഷൻ ഇലക്ട്രോണിന് വിട്ടുകൊടുക്കുന്നവരാണ് മെറ്റൽസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ അലുമിനിയം, ഗാലിയം, ഇൻഡിയം, പിന്നെ TiSn, Tb, Bi ഒക്കെ അവിടെ ഉണ്ട്. അത് നിങ്ങൾ ആ നോക്കുക, പഠിച്ചോളാം കേട്ടാ. ചിലപ്പോൾ എങ്ങനെ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. കാരണം ആ പടം തന്നെ പഠിക്കുക, ഇറക്കിയാണ് എലമെന്റ്സ് എന്നുള്ളത്. ആ സിമ്പിൾ ഉൾപ്പെടെ ഇതുപോലെ എഴുതി പഠിക്കാം കേട്ടോ. യെസ്. അടുത്തത് നോൺ മെറ്റൽ ആണ്. നോൺ മെറ്റൽ എന്ന് പറയുന്നത്, സോറി നോൺ മെറ്റൽ അല്ല, മെറ്റലോയിഡ്സ്. നോൺ മെറ്റൽ സാറോട് എഴുതി, സോറി, നോൺ മെറ്റൽ അല്ല, മെറ്റലോയിഡ്സ്. സോറി കേട്ടോ, നോൺ മെറ്റൽ 3ാമത്. ഓക്കെ, മെറ്റലോയിഡ്സ് ഓറഞ്ച് കളറിൽ കാണുന്നതാണ് മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത്. എന്താണ്? ഇന്റർമീഡിയറ്റ് പ്രോപ്പർട്ടി ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. മെറ്റൽസിന്റെയും നോൺ മെറ്റൽസിന്റെയും ഇടയിലുള്ള സ്വഭാവമാണ് ആർക്കുള്ളത്? ഈ പറയുന്ന മെറ്റലോയിഡ്സിനുള്ളത്. കിട്ടിയോ? മെറ്റൽ ആണോ? അല്ല. നോൺ മെറ്റൽ ആണോ? മെറ്റൽ ആണോ? പിന്നെ 2 പേരുടെ ഇടയിൽ നമ്മൾ പറയാറില്ലേ, അതായത് ആരാണ് ബെസ്റ്റി എന്ന് ചോദിക്കുമ്പോ ലവർ ആണോ? ഫ്രണ്ട്സ് ആണോ? എന്താണ്? ലവർക്ക് കീഴെ ഫ്രണ്ട്സ്ക്ക് മീതെ എന്ന് പറയില്ലേ, ബെസ്റ്റി. അതാണത് എന്ത്? മെറ്റലോയിഡ്സ്. അപ്പൊ ഓറഞ്ച് കളറിൽ നിങ്ങൾ ഇതിനകത്ത് കാണുന്നതാണ് മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ബോർഡർ ബിറ്റ്വീൻ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. ഫ്രണ്ട്സിനും അതുപോലെ ലവറിനും ഇടയിലുള്ള ഒരു ബോർഡർ ആണ് ആര്? ഈ ബെസ്റ്റി, സോറി, ഈ മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യം എനിക്ക് സാറിന് പറയാം. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ബോറോൺ കൊടുത്തിട്ടില്ല, നിങ്ങൾ നോൺ മെറ്റൽ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. പക്ഷെ ആക്ച്വലി ബോറോൺ 2 സ്വഭാവം കാണിക്കുന്നുണ്ട്, മെറ്റലോയിഡ്സിന്റെ സ്വഭാവം കാണിക്കുന്നുണ്ട്. ബട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞത് നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. എന്നാലും ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചൊരു ടീച്ചറെ ബോറോൺ മെറ്റലോയിഡ് എന്ന് പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ അത് എന്താണ് പഠിക്കേണ്ടത്? ബോറോൺ മെറ്റലോയിഡ്സ് എന്ന് പഠിക്കണോ നോൺ മെറ്റൽ എന്ന് പഠിക്കണം? അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ നോൺ മെറ്റൽ ആണെങ്കിൽ അങ്ങനെ പഠിച്ചു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെറ്റലോയിഡ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്തത് എന്താണ്? നോൺ മെറ്റൽ ആണ്. അപ്പൊ നോൺ മെറ്റലിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, ഇത് പഠിക്കാൻ ഭയങ്കര പാടാണ്. അപ്പൊ അതാണ് ഞാൻ അത് എഴുതി വെച്ചിട്ട് ചെയ്യാം, അത് കുറച്ചും കൂടി എളുപ്പമാവല്ലോ. ഓക്കെ, നമുക്ക് ഇനി 3ാമത്തെ ക്ലാസിഫിക്കേഷൻ വരുമ്പോ നോൺ മെറ്റൽസ് ആണ്. നോൺ മെറ്റൽസ്. അപ്പൊ നമ്മൾ ആ ഫിഗറിലേക്ക് നോക്കി ഏത് കളറിലാണ് കാണുന്നത്? നോൺ മെറ്റൽസ്. ഗ്രീൻ കളറിലാണ് നിങ്ങൾക്ക് നോൺ മെറ്റൽസ് കാണാനായിട്ട് സാധിക്കുക. എന്ത് കളറിലാണ്? ഗ്രീൻ കളർ. അപ്പൊ ഗ്രൂപ്പ് നമ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ്
16-18 ഈ പറയുന്ന നോൺ മെറ്റൽസ് ഒക്കെ വരുന്നത്. ആ ഗ്രൂപ്പ് നമ്പർ തന്നെ നോക്കാം, 16 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലാണ് വരുന്നത്. ഈ നോൺ മെറ്റലിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. പൂവർ കണ്ടക്ടർ, വൈദ്യുതിയെ കടത്തിവിടുന്നില്ല. പൂവർ കണ്ടക്ടർ ഓഫ് എന്താണ് ഇലക്ട്രിസിറ്റിയെ കടത്തിവിടാത്ത ആൾക്കാരാണ് ഡള്ളാണ്. അതായത് അത്ര തിളക്കമൊന്നും നമുക്ക് ഉണ്ടാവില്ല. സോഡിയം ഒക്കെ മുറിച്ച് കഴിഞ്ഞാൽ നല്ല തിളക്കമായിരിക്കും. ഓക്കെ, പിന്നെ ഇതിനകത്ത് വരുന്ന എലമെന്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാർബൺ, നൈട്രജൻ, അതെല്ലാം ഗ്യാസസ് ഇതിനകത്ത് വരും. കാർബൺ, നൈട്രജൻ, ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ, അതുപോലെ ഫോസ്ഫറസ്, സൾഫർ, പിന്നെ ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ക്ലോറിൻ അതൊക്കെ പഠിച്ചു നോക്കുക കേട്ടോ. ബ്രോമിൻ, അയഡിൻ ഇങ്ങനെയുള്ള എലമെന്റുകളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. SC എന്ന് പറയുന്നത്. ഓക്കെ, നോൺ മെറ്റൽസ്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആര്? നോബിൾ ഗ്യാസസ്, നാലാമത്തെ. അപ്പൊ ഫിസിക്കൽ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് എലമെന്റ്സ് ആണ്. പി ബ്ലോക്കിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ളത് കേട്ടോ. അപ്പൊ അതിനകത്ത് വരുന്നതാണ് നോബിൾ ഗ്യാസസ്. നോബിൾ ഗ്യാസസിനെ കുറിച്ച് നമുക്ക് നോക്കാം. നാലാമത്തെ വരുന്നത് നോബിൾ ഗ്യാസസ്. നോബിൾ ഗ്യാസസ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് 18 വരുന്നത്. ഗ്രൂപ്പ് നമ്പർ 18 കേട്ടോ. അപ്പൊ ആ ഒരു പോയിന്റ് പഠിച്ചു കൊടുക്കുക. ഗ്രൂപ്പ് 18 വരുന്നത്. നമുക്കറിയാം നോബിൾ ഗ്യാസസ് ഏതൊക്കെയാണ്. ഹീലിയം, എന്താണ്, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, xenon, റെനോൺ, ഇങ്ങനെയാണല്ലോ. KR, XR, ഒരാളും കൂടി OG. അപ്പൊ ഇങ്ങനെ ഈ പീരിയോഡിക് ടേബിളിലെ ലാസ്റ്റത്തെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, 18ാമത്തെ ഗ്രൂപ്പ്, അതിനാണ് നമ്മളെ നോബിൾ ഗ്യാസസ് എന്ന് പറയുന്നത്. അൺറിയാക്റ്റീവ് ആണ്. അത് പ്രത്യേകിച്ച് അൺറിയാക്റ്റീവ്, റിയാക്ട് ചെയ്യില്ല. ഓക്കെ, ഇവർ എന്തുകൊണ്ടാണ് റിയാക്റ്റീവ് ചെയ്യാത്തതെന്ന് വെച്ചാൽ ലാസ്റ്റ് ഷെല്ലിൽ എന്താണ് ഓക്സിജൻ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അവർ സ്റ്റെബിലിറ്റി, മോർ സ്റ്റേബിൾ എലമെന്റ്സ് ആയതുകൊണ്ടാണ് അവർ റിയാക്ട് ചെയ്യാത്തത് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മൾ ക്ലാസിഫിക്കേഷനിൽ പഠിച്ചത്. എന്തൊക്കെയാണ്? മെറ്റൽസ്, ഓക്കെ, ദെൻ എന്താണ് മെറ്റലോയിഡ്സ്, ഓക്കെ, ദെൻ എന്താണ് നോൺ മെറ്റൽ, ഓക്കെ, ദെൻ ലാസ്റ്റ് നമ്മൾ പഠിച്ചത് നോബിൾ ഗ്യാസ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ആ ഒരു പിക്ചറിൽ നിന്ന് പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം. ഒന്നും വിടാൻ പാടില്ല, എല്ലാം പഠിച്ചു. ഓക്കെ, ഇനി അടുത്തത് എന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അതാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും മെയിൻ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഓക്കെ, അപ്പൊ പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതോടുകൂടി പി ബ്ലോക്ക് കഴിയും. അതിൽ ഒന്നാമത് പഠിക്കുന്നത് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥയാണ് ആര് കാണിക്കുന്നത്? പി ബ്ലോക്ക് എലമെന്റ്സും കാണിക്കുന്നുണ്ട്, ഡി ബ്ലോക്കും കാണിക്കുന്നുണ്ട്. അത് എങ്ങനെയുള്ളതായിരിക്കും എന്ന് എഴുതണം. പോസിറ്റീവും കാണിക്കും, നെഗറ്റീവും കാണിക്കും. ഒരു 3 എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തേക്കണം, നമുക്ക് നോക്കാം. ഒന്ന് HF, ഇതിനകത്ത് H പോസിറ്റീവും F എന്താണ് മൈനസ് ആണ് കാണിക്കുന്നത്. മറ്റൊരു എക്സാമ്പിൾ Al2O3, Al2 അലുമിനിയം ഓക്സൈഡ്, ട്രൈ ഓക്സൈഡ്. അതിനകത്ത് ഇത് +3 കാണിക്കും, ഇത് +2 കാണിക്കും, സോറി -2 കാണിക്കും. ഓക്കെ, അപ്പൊ പോസിറ്റീവ് നെഗറ്റീവ് കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് അലുമിനിയം ഓക്സിജനും പി ബ്ലോക്കിൽ തന്നെയാണ് വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതിനകത്ത് F ആണ് എന്ത് വരുന്നത്? പി ബ്ലോക്ക്. ഹൈഡ്രജൻ അല്ല കേട്ടോ, ഹൈഡ്രജൻ അല്ല, Fന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇനി മറ്റൊരു എക്സാമ്പിൾ, മൂന്നാമത്തെ എക്സാമ്പിൾ പറയുന്നത് SO3, സൾഫർ ട്രൈ ഓക്സൈഡ്. ഓക്കെ, അപ്പൊ ഇവിടെ -2 കാണിക്കും, ഇവിടെ എന്താണ് +3 കാണിക്കും. ഓക്കെ, അത് ഈ 3 എടുത്ത് ഇപ്പുറത്തേക്ക് ഇട്ടാണ്. ഓക്കെ, അപ്പൊ ഇതാണ്, സോറി -3 അല്ല, 2 ഉണ്ട്, അപ്പൊ +6 കാണിക്കും കേട്ടോ, സോറി. ഓക്കെ, എസും O -2 × 3 -6 അല്ലേ, അപ്പൊ ഇവിടെ +6 കാണിക്കും. ഓക്കെ, ഇത്രയാണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ കുറിച്ച് പറയാം. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് പോകുന്നില്ല, നമ്മൾ വീഡിയോ ഫുൾ ആയിട്ട് ചെയ്തതാണ്. അത് കാണുക, അതുകൊണ്ട് നിങ്ങൾക്ക് ഓക്കെ ആണ് കേട്ടോ. അപ്പൊ എന്തുകൊണ്ടാണ് സാർ ഇവിടെ +6 കഴിഞ്ഞത്? ഇപ്പൊ പറഞ്ഞാൽ അത് കണ്ട കുട്ടികൾക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവും, അല്ലാത്തവർ അത് നോക്കുക കേട്ടോ. +6 ചെയ്താൽ ഒരു കാരണമുണ്ട്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ, എന്താണ് ഹയർ അയണൈസേഷൻ എന്തായിരിക്കും?
അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ അയണൈസേഷൻ എൻതാൽപ്പി എസ് ബ്ലോക്ക് എലമെന്റ്സിന് കുറവായിരുന്നു. അവർ പെട്ടെന്ന് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും, അവിടെ നിന്ന് ഇലക്ട്രോണിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ എളുപ്പമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇങ്ങോട്ട് വരുന്തോറും അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസസ് ആണ്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ പഠിക്കേണ്ടത് ഹയർ അയോണൈസേഷൻ എൻതാൽപ്പി. എൻതാൽപ്പി കൂടുതലാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന ഇലക്ട്രോൺ ലാസ്റ്റ് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനുള്ള എനർജി നമുക്ക് കൂടുതൽ എനർജി വേണം. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് ഡൈവേഴ്സ് സ്റ്റേറ്റ് ആണ്. ഡൈവേഴ്സ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാണുന്നു? സോളിഡ് കാണുന്നു, അതിനകത്ത് ലിക്വിഡ് കാണുന്നു, അല്ലെ? അതിനകത്ത് എന്താണ്? ഗ്യാസസ് കാണുന്നു. എന്താ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥയിലുള്ള എലമെന്റ്സ് എവിടെയുണ്ട്? ഈ ബ്ലോക്കിലുണ്ട് എന്നുള്ളതാണ്. അടുത്തത് ഡൈവേഴ്സ് എലമെന്റ് ടൈപ്പ് ആണ്. ഡൈവേഴ്സ് എലമെന്റ് ടൈപ്സ് അത് നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്? എന്തൊക്കെ കാണപ്പെടും? മെറ്റൽസ് കാണും, പിന്നെന്താണ്? മെറ്റൽ ഓയിഡ്സ് കാണും, അല്ലെ? മെറ്റൽ ഓയിഡ്സ് കാണും, പിന്നെന്താണ്? നോൺ മെറ്റൽ കാണും, നോൺ മെറ്റൽസ് കാണും, പിന്നെന്താണ്? നോൺ മെറ്റൽസ് കാണും, പിന്നെന്താണ്? നോബിൾ ഗ്യാസസ് ആണ്. നോബിൾ ഗ്യാസസ് ആണ്. ഓക്കെ, ക്ലിയർ? ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഇപ്പൊ ആരോട് ചോദിച്ചാലും ഇത്രയും മാത്രം എഴുതിയാൽ പോരാ. ഇപ്പൊ നിങ്ങൾ പഠിച്ച എല്ലാ പോയിന്റുകളും കൂടി കൺക്ലൂഡ് ചെയ്ത് വേണം എഴുതാൻ. മനസ്സിലായോ? ഇതിപ്പോ സാറിന് പഠിക്കാൻ എളുപ്പത്തിനാണ് ഓരോ സെക്ഷൻ ആയിട്ട് പഠിക്കുന്നത്. പക്ഷെ പി ബ്ലോക്കിനെ കുറിച്ച് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പി ബ്ലോക്ക് എവിടെ വരുന്നു? ഗ്രൂപ്പ് 13 മുതൽ 18 വരെ. അത് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് എഴുതാം. 2 അതിന്റെ ലാസ്റ്റ് ഷെല്ലിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാം. പിന്നെ എന്ത് പറയണം? അതിനകത്ത് മെറ്റൽസും നോൺ മെറ്റൽസും മെറ്റലോയിഡ്സും ഡബിൾ ഗ്യാസസും വരുന്നു. പിന്നെ എന്ത് പറയണം? സോളിഡ് ലിക്വിഡ് ഗ്യാസസും വരുന്നു. അതിനനുസരിച്ച് എൻതാൽപ്പി എന്താണ്? കൂടുതലാണ്. പിന്നെന്താണ്? വ്യത്യസ്ത ഓക്സിജൻ അവസ്ഥ കാണിക്കുന്നു. അങ്ങനെ എല്ലാം കൂടി ചേർത്ത് സമ്മറൈസ് ചെയ്ത് നിങ്ങൾ പറയണം. അത് സാറ് എവിടെ എഴുതരില്ല, അങ്ങനെ നിങ്ങൾ അങ്ങനെ പക്ഷെ പരീക്ഷിക്കല്ലോ. കേട്ടല്ലോ? ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ പഠിക്കുമ്പോൾ പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഷോർട്ടാക്കി പഠിച്ചാല് ഓരോ സെക്ഷൻ ആക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. ബട്ട് ആൻസർ ചോദിക്കുമ്പോൾ നമുക്ക് മാർക്ക് അനുസരിച്ചിട്ട് നമ്മൾ എഴുതണം. വിട്ട് പോരുത് എന്ന് പറയുന്ന പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് പറയാം. ഏത് ഗ്രൂപ്പിലാണെന്നുള്ളത്, പൊസിഷൻ, ലൊക്കേഷൻ അതൊരിക്കലും വിട്ടു പോകരുത്. സബ്സ്റ്റേറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വിട്ടു പോകരുത്. അതുപോലെ തന്നെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വിട്ടു പോകരുത്. നിറമുള്ള സമയത്തുണ്ടാണെങ്കിൽ അത് പറയണം, അത് വിട്ടു പോകരുത്. പിന്നെ ടൈപ്സ് പറയണം, മെറ്റൽ ആണോ നോൺ മെറ്റൽ ആണോ എന്ന് പറയണം. പിന്നെ ഫിസിക്കൽ സ്റ്റേറ്റ്, സോളിഡ് ആണോ ലിക്വിഡ് ആണോ ഗ്യാസസ് ആണോ, ഇത്തരം കാര്യങ്ങൾ ഒരു കാരണവശാലും വിട്ടുപോകരുത്. അതിനുശേഷം ട്രെൻഡ് കൂടി പറഞ്ഞേക്കണം. അതിനുശേഷം എൻതാൽപ്പി എങ്ങനെയാണ് ഗ്രൂപ്പിലും പിരീഡൊക്കെ. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പോ ഗ്രൂപ്പ് ഏതൊക്കെ ഗ്രൂപ്പിലാണ് വരുന്നത്? 13 മുതൽ 18 വരെയാണ് വരുന്നത്. ജനറൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്താണ്? NH2 NP1 to 6 അതും കൂടി ഇതിനോട് ആഡ് ചെയ്യണം. പിന്നെ നേരത്തെ പറഞ്ഞ പോയിന്റുകളിൽ എന്തെങ്കിലും ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് നോക്കണം. അങ്ങനെ വേണമെന്നെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്, വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് എന്താണ് പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് ചോദിച്ചാൽ എഴുതേണ്ടത്. അല്ലെങ്കിൽ റൈറ്റ് എനി 4 പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട 4 പോയിന്റുകളാണ് എഴുതേണ്ടത്. അല്ലാതെ ഇതിനകത്ത് ആദ്യം കൊടുത്ത 4 പോയിന്റ് അങ്ങനെ വെച്ച് ചിന്തിക്കരുത്. കേട്ടോ? ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പൊ നമുക്കിനി അടുത്ത നമ്മുടെ എന്താണ് ബ്ലോക്ക് എലമെന്റ്സിലേക്ക് പോകാം. വെരി ഇമ്പോർട്ടന്റ് സാധനമാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. എന്താണ് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രത്യേകത എന്ന് അറിയാമോ? നിറമുള്ള സംയുക്തങ്ങളുണ്ട്. നമുക്ക് നിറങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലെ? കോപ്പർ സൾഫേറ്റ് എടുത്തു കഴിഞ്ഞാൽ ബ്ലൂ കളറാണ് അല്ലെ? അപ്പൊ നിറമുള്ള സംയുക്തങ്ങളെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ്. അപ്പൊ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. എന്തായാലും ബോറടിച്ച് തുടങ്ങിയ കാരണം തിയറി ആണ് അല്ലെ? SP പക്ഷെ ചോദിച്ചാൽ നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കണ്ടേ? അപ്പൊ ഒരു പ്രാവശ്യം കേട്ടിരിക്കുക, നോട്ട് എഴുതുക, അപ്പൊ തന്നെ പഠിത്തമായി. പിന്നെ സ്കൂളിലും കേട്ടല്ലോ, ഇനി വീട്ടിൽ കൂടെ ഒന്നും കൂടി ഇത് വായിച്ചു നോക്കട്ടെ. പോയിന്റ് വൈസ് ആയിട്ട് പഠിക്കാം. അപ്പൊ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന എല്ലാ പോയിന്റും കൂടി കൺക്ലൂഡ് ചെയ്ത്, അപ്പൊ നിങ്ങൾ ലൊക്കേഷനും പറയണം, ഇലക്ട്രോണിക് കോൺഫിഗറേഷനും പറയണം, എല്ലാം പറയണം. അല്ലാണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുമ്പോൾ അത് മാത്രമല്ല പറയേണ്ടത്. കേട്ടോ? അപ്പൊ ഇത് നിങ്ങൾ ഷോർട്ടാക്കി വിവിധ തരത്തിൽ തിരിച്ചു തന്നേക്കണം. അപ്പൊ എല്ലാ പോയിന്റിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ചേർത്തിട്ട് വേണം പരീക്ഷയ്ക്ക് ഉത്തരം എഴുതാൻ. ഓക്കെ, അത് ഞാൻ ഓൾറെഡി പറയുകയാണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ല എന്ന് വിചാരിക്കരുത്. അപ്പോ ലൊക്കേഷൻ പറയാം. ഡി ബ്ലോക്ക് എലമെന്റ്സ് എവിടെ വരാം? നിങ്ങൾ തന്നെ പറയാം. ലൊക്കേഷൻ എവിടെ വരാം? ഗ്രൂപ്പ് നമ്പർ 3 മുതൽ 12 വരെ വരാം. അവിടെ അത്രയേ ഉള്ളൂ. അടുത്ത ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2 എന്താണ്? അതിന് മുന്നേ പെനൾട്ടിമേറ്റ് സെല്ലിൽ ഫില്ല് ചെയ്യണം അല്ലെ? അപ്പൊ NS2 ഇവിടെ എഴുതുക. പെനൾട്ടിമേറ്റ് സെൽ എന്ന് പറഞ്ഞാൽ N-1D ആണ്. അതിൽ 1 മുതൽ 10 വരെ. അപ്പൊ ലാസ്റ്റ് ഇലക്ട്രോൺ ഗോസ് ടു ഹിയർ വേർ എന്താണ്? ഡി ബ്ലോക്ക്, ഡി സബ്ഷെല്ലിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആയി എന്നുള്ളതാണ്. ഇനി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്.
അപ്പൊ നമുക്കത് കാരക്ടറിസ്റ്റിക്സ് ഓരോന്ന് ഓരോന്നായിട്ട് പറഞ്ഞ് ഞാനൊന്നും മാറ്റുന്നില്ല, ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, മാച്ചിട്ട് കാരക്ടറിസ്റ്റിക്സ് ഇവിടെ തന്നെ ഉള്ള ഇതിവിടെ അങ്ങനെ കിടക്കട്ടെ, കാണാൻ ഭംഗിയുണ്ട്. അപ്പോ എന്താണ് ഒന്നാമത്തെ കാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്? ഈ ബ്ലോക്ക് ആണ്, എല്ലാവരും മെറ്റൽസ് ആണ്. അപ്പൊ കാരക്ടറിസ്റ്റിക്സിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് ഓൾ ആർ മെറ്റൽ, ഓൾ ആർ മെറ്റൽ. ഓക്കെ, ഇനി രണ്ടാമത്തെ കാരക്ടറിസ്റ്റിക്സ്, ഇവരെന്തുണ്ടാക്കുന്നു? നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു, കളേർഡ് കോമ്പൗണ്ട്സ്. സോ കളേർഡ് കോമ്പൗണ്ട്. നിറമുള്ള സമയത്ത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് കോമ്പൗണ്ടുകൾ അതിന്റെ നിറങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് പഠിക്കുക കേട്ടാ. ക്ലിയർ? അതിന്റെ റീസൺ എന്താണെന്ന് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടാകും, മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ പറഞ്ഞു കഴിഞ്ഞാല് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, അതും നമ്മൾ എന്താണെന്നുള്ളത് മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാവരുടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ആ ഒരു ടേബിൾ പോലെ എഴുതി തന്നതാണ് കേട്ടോ. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. വേരിയബിൾ ഓക്സിഡേഷൻ വ്യത്യസ്ത ഓക്സിജൻ അവസ്ഥ കാണിക്കുന്നത്, ഉദാഹരണം മാംഗനീസ് ആലോചിക്കുക, അല്ലെങ്കിൽ അയൺ ആലോചിക്കുക, അയൺ തന്നെ Fe2+ Fe3+ കാണിക്കും കേട്ടോ. അപ്പൊ അതാണ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോ ഈ നാലാമത്തെ പോയിന്റിലേക്ക് പോകുമ്പോൾ കാറ്റലിക് പ്രോപ്പർട്ടിയാണ്. നാലാമത്തെ പോയിന്റ് തന്നെ കാറ്റലിറ്റിക് പ്രോപ്പർട്ടി. എന്താണ് കാറ്റലിറ്റിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ? അതായത് കാറ്റലിസ്റ്റുകളായിട്ട് ഇവര് എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ രാസപ്രവർത്തനം നടക്കുന്ന സമയത്ത് ഇവരെ കൊണ്ട് നെട്ട് കഴിഞ്ഞാൽ ഇവർ രാസപ്രവർത്തനം വേഗത്തിലാക്കും, കെമിക്കൽ റിയാക്ഷൻ, അത് പെട്ടെന്ന് പ്രോഡക്റ്റ് ഉണ്ടാവും. ബട്ട് ഇവർക്ക് ഒരു മാറ്റവും സംഭവിക്കില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മൾ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. കിട്ടിയോ? കിട്ടി. അപ്പൊ കാറ്റലിസ്റ്റ് ആയിട്ട് പലരും ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് പിന്നീട് പഠിക്കും. ഓക്കെ, അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, അഞ്ചാമത്തെ പോയിന്റ്, സിമിലാർ പ്രോപ്പർട്ടീസ് ഇൻ പീരീഡ്സ്. അപ്പൊ നമ്മൾ പീരീഡിൽ ഇങ്ങനെ പോകുമ്പോൾ, അതായത് ഗ്രൂപ്പ് നമ്പർ 3 മുതൽ 12 വരെ പോകുമ്പോൾ ഒരേ സ്വഭാവങ്ങൾ ഇവരെന്ത് ചെയ്യും, കാണിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. കിട്ടിയല്ലോ? അപ്പൊ 5 കാര്യങ്ങൾ മനസ്സിലായി. ഇപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലായി. 1, എല്ലാവരും മെറ്റൽസ് ആണ്. 2, നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. 3, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു. കാറ്റലിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. സിമിലാർ പ്രോപ്പർട്ടീസ് പീരീഡ്സ് കാണിക്കുന്നു. കൂടാതെ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ എന്നോട് പറയണം, ഇലക്ട്രോണിക് കോമ്യൂണിക്കേഷനും പറയണം, ലൊക്കേഷനും പറയണം. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കൂടി ചേർത്ത് പറയണം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ സിമിലാർ പ്രോപ്പർട്ടീസ് പീരീഡ് കാണിക്കാത്ത, നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കാത്ത, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാത്ത ഒരു 3 ആളുണ്ട്, വില്ലന്മാർ, എക്സെപ്ഷണൽ കേസ്. അതാണ് എക്സെപ്ഷൻ എന്ന് പറയുന്നത്. അത് ആരൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക. സിങ്ക്, കാഡ്മിയം, മെർക്കുറി. അപ്പൊ അവർ എന്തൊക്കെ കാണിക്കുന്നില്ല? കളേർഡ് കോമ്പൗണ്ട്സ് കാണിക്കുന്നില്ല, അവര് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നില്ല. മനസ്സിലായോ? അവര് കാറ്റലിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നില്ല. കാരണം എന്താ? കാരണം അവരുടെ ലാസ്റ്റ് ഷെല്ലില് ആ ഡിയില് 10 ഇലക്ട്രോൺ ആയി. മനസ്സിലായോ? നമുക്ക് എന്താണ്, നമുക്ക് ആവശ്യമുള്ളത് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റാളെ സഹായമില്ലല്ലോ, ആ ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പൊ സിങ്ക്, കാഡ്മിയം, എന്താണ്, മെർക്കുറി, നമ്മൾ അവരെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്, സ്യൂഡോ എന്താണ് ട്രാൻസിഷൻ എലമെന്റ്, സ്യൂഡോ. ആ പേരൊന്നുകൂടെ എഴുതി വെച്ചു, സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ്. ഓക്കെ, അപ്പൊ നമ്മളൊരു കാര്യം വിട്ടുപോയി. ലൊക്കേഷനൊപ്പം തന്നെ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഒപ്പം തന്നെ ഏതെങ്കിലും കൂട്ടത്തിൽ നിന്നൊരു കാര്യം പറയണം. ദേ ആർ നോൺ ആസ് എന്താണ്, ട്രാൻസിഷൻ എലമെന്റ്സ്. ഓക്കെ, ആ ലൊക്കേഷനൊപ്പം പറഞ്ഞു, ദേ ആർ നോൺ ആസ് ട്രാൻസിഷൻ എലമെന്റ്സ്. ഫസ്റ്റത്തെ പോയിന്റിനൊപ്പം ലൊക്കേഷനൊപ്പം തന്നെ പറഞ്ഞു, ആൾസോ നോൺ ആസ് ട്രാൻസിഷൻ എലമെന്റ്സ്. ട്രാൻസിഷൻ എലമെന്റ്സ് നേരത്തെ സാർ പറഞ്ഞതാണ്. അപ്പോ സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ് എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എന്താണ്? സിങ്ക്, കാഡ്മിയം, മെർക്കുറി. HG എന്ന് പറഞ്ഞ മെർക്കുറിയുടെ അങ്ങനെയൊന്നും ഇവിടെ നോക്കി വായിച്ചാൽ മനസ്സിലാവില്ല. മെർക്കുറി ആണെന്ന് വായിച്ചാൽ മനസ്സിലാവില്ല, പഠിക്കേണ്ടി വരും. HG മെർക്കുറി ആണ്. ഓക്കെ, കാഡ്മിയം നമുക്ക് CD ചിലപ്പോൾ ഒരു ഓർമ്മ കിട്ടും. അപ്പൊ ഈ 3 പേരും ഈ പറഞ്ഞ ആൾക്കാരെ പോലെ, ഗ്രൂപ്പിലുള്ള ആൾക്കാരെ പോലെ പെരുമാറണം, വേറെ എന്ത് സ്വന്തം. അപ്പൊ എന്തുകൊണ്ട് അവരങ്ങനെ പെരുമാറാൻ കാരണം അവരുടെ ഡി ഷെല്ലില് 10 ഇലക്ട്രോൺസ് ഫില്ലഡ് ആണ്, കംപ്ലീറ്റ്ലി ഫില്ലഡ് ആണ്. അതാണ് അതിന്റെ റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണെങ്കിൽ പോലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ഉണ്ട്. ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. 21st നമ്മുടെ 21ാം നൂറ്റാണ്ടിലെ മെറ്റൽ എന്നാണ് ടൈറ്റാനിയത്തെ കുറിച്ച് നമ്മൾ പറയുന്നത്.
അതായത് നമ്മുടെ ബോഡിയുടെ അകത്തേക്ക് ടൈറ്റാനിയത്തിന്റെ എന്തെങ്കിലും പാർട്സ്, ഒരു എല്ലിന്റെ ഭാഗം എന്തെങ്കിലും ടൈറ്റാനിയം കൊണ്ട് ഉണ്ടാക്കി വെച്ചാൽ പോലും ടൈറ്റാനിയം അതുമായിട്ട് റിയാക്ട് ചെയ്യില്ല, ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യില്ല. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ടൈറ്റാനിയം. അപ്പോൾ അത് പുതുതായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുവരെയുള്ള സിലബസുകളിലൊന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല. കാരണം അത് അപ്പോൾ അത്ര നന്നായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടായില്ല അതിന്റെ ഉപയോഗങ്ങൾ. പക്ഷെ ഇപ്പൊ കൊടുത്തിട്ടുണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ടൈറ്റാനിയെ കുറിച്ച് എന്ത് ചോദിച്ചാൽ നമ്മൾ എഴുതാം. ഓക്കെ, ക്ലിയർ? അപ്പൊ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡി ബ്ലോക്കിൽ തന്നെയുള്ള ടൈറ്റാനിയത്തെ കുറിച്ചും കൂടിയാണ്. അപ്പൊ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ ടൈറ്റാനിയത്തെ കുറിച്ച് കയറി രണ്ടു വാക്ക് കൂടി എഴുതി ചേർത്തിട്ട് വേണം അത് അവസാനിപ്പിക്കാൻ. പറഞ്ഞു മനസ്സിലായോ? അപ്പോ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ടൈറ്റാനിയം. അപ്പൊ മക്കളെ, ടൈറ്റാനിയം കണ്ട് ഞെട്ടൊന്നും വേണ്ട, വളരെ സിമ്പിൾ ആണ്. പക്ഷെ അത് എഴുതി വെച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെ ടൈം ഒരുപാട് പോയി എഴുതി, അതുകൊണ്ടാണ് എഴുതി വെച്ചത്. ടൈറ്റാനിയം നോക്കാം, സിമ്പിൾ എന്താണ്? TI. അതിന്റെ അറ്റോമിക് നമ്പർ 22. Z=22 മീൻസ് അറ്റോമിക് നമ്പർ ആണ്. 22 എഴുതുമ്പോൾ ആർഗൺ 18, പിന്നെ എന്താണ് 4s2 19 20 3d2, ഇങ്ങനെയാണ് ഇതിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരാം. ഇറ്റ് ഈസ് നോൺ ആസ് മെറ്റൽ ഓഫ് 21st സെഞ്ചുറി. 21ാം നൂറ്റാണ്ടിലെ മെറ്റൽ എന്നാണ് അതിന് നമ്മൾ വിളിക്കുന്നത്. ഉറപ്പായിട്ടും ചോദിക്കും പരീക്ഷ, അത് ആ ഒരു പേര് എടുത്ത് തന്നെ ചിലപ്പോൾ ചോദിച്ചിരിക്കും. ഓക്കെ, ഇതിന്റെ പ്രത്യേകതകളാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഒന്ന്, ഹൈ സ്ട്രെങ്ത് ടു വെയിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ സ്റ്റീൽ നമുക്കറിയാം ഏറ്റവും വിലയുള്ള സ്റ്റീലാണ്, നമുക്ക് ഒട്ടിക്കാൻ പറ്റില്ല. സ്റ്റീലിന് 4 ഇരട്ടി ശക്തി. സ്റ്റീൽ അങ്ങനെയാണെങ്കിൽ അതിന്റെ 4 ഇരട്ടി ശക്തിയാണ് ടൈറ്റാനിയം. തൊട്ടാൻ പറ്റില്ല ടൈറ്റാനിയം, മനസ്സിലായോ? അപ്പൊ 4x സ്ട്രോങ്ങർ. പക്ഷെ സ്റ്റീൽ നമ്മൾ എടുത്താലുള്ള വെയിറ്റിന്റെക്കാളും പകുതിയുടെ കുറച്ചും കൂടി, അത്രയും വെയിറ്റ് കുറവാണ്. ഒന്ന് ആലോചിക്കേ, ഒരു വസ്തു നല്ല സ്ട്രോങ് ആണ്, പക്ഷെ വെയിറ്റ് കുറവാണ്. അങ്ങനെ അടിപൊളിയല്ലേ? സ്ട്രോങ് ആണ്, പക്ഷെ വെയിറ്റും കുറവാണ്. അപ്പൊ നമുക്ക് കൊണ്ടേ അടക്കാൻ എളുപ്പമാണ്, മനസ്സിലായോ? വെയിറ്റ് കുറവാണല്ലോ, പക്ഷെ പൊട്ടിയും പോകില്ല, സ്ട്രോങ് ആണ്. അങ്ങനെ രണ്ടും ഒരാൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അല്ലെ? അപ്പം 60% വെയിറ്റ് കുറവാണ് സ്റ്റീലിനേക്കാൾ. ലെസ് സ്റ്റീലിനാണ് സാർ എഴുതിയിരിക്കുന്നത് കേട്ടോ. LX സ്ട്രോങ്ങർ ദാൻ സ്റ്റീൽ, 60% വെയിറ്റ് ലെസ് ദാൻ സ്റ്റീൽ. അങ്ങനെ വേണം അത് വായിക്കാൻ. ഓക്കെ, ഇനി കൊറോഷൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ തുരുമ്പെടുക്കൂല. നമ്മൾ ഇരുമ്പിന്റെ ഒക്കെ പ്രത്യേകത പുറത്തിട്ട് അപ്പൊ തന്നെ തുരുമ്പായി പോകും അല്ലെ? തുരുമ്പെടുക്കില്ല. നമുക്ക് വേണമെങ്കിൽ കടലിലിടാം, അങ്ങനെ തന്നെ എടുക്കും. ആസിഡിലിടാം, ക്ലോറിലോ ആസിഡിലോ വെള്ളത്തിലോ കടലിലോ ഇട്ടാൽ പോലും ഒരു മാറ്റവും സംഭവിക്കില്ല. മനസ്സിലായോ? ഭയങ്കര ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ അത്? ഓക്കെ, അടുത്തത് പറഞ്ഞാൽ ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ചൂടാക്കാന്ന് വിചാരിച്ചാലോ, എത്ര ഡിഗ്രി സെൽഷ്യസ് ആണെന്നൊക്കെ? 1668 ഡിഗ്രി സെൽഷ്യസിൽ മാത്രമാണ് അത് ഒഴുകുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ, ഭയങ്കര ചൂടുണ്ടായാലും ഒരു കുഴപ്പമില്ല പുള്ളിക്കാരൻ. ഓക്കെ, അടുത്തത് സൂപ്പർ കണ്ടക്ടിവിറ്റി. അതാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. വൈദ്യുതി കടത്തിവിടുന്നത് എത്രയാണെന്ന് നോക്കി, -272 ഡിഗ്രി സെൽഷ്യസ്. കണ്ട, -272.8. വളരെ തണുത്ത് ഐസായിരിക്കുന്ന സ്ഥലത്താണെങ്കിൽ പോലും വൈദ്യുതിയെ കടത്തിവിടും. മനസ്സിലായോ? അതാണ് അതിന്റെ കഴിവ്. നമുക്ക് സാധാരണ ചൂടാക്കിയാലാണ് വൈദ്യുതി കടത്തിവിടുന്ന കഴിവ് കൂടുക. ഇത് വളരെ തണുത്ത സ്ഥലത്താണെങ്കിൽ പോലും വൈദ്യുതിയെ അത് കടത്തിവിടും എന്നുള്ളതാണ്. ഫോം സ്ട്രോങ് അലോയ്. മറ്റു ലോഹങ്ങളുമായിട്ട് ചേർന്നാലോ, ഓൾറെഡി ഇയാൾ സ്ട്രോങ് ആണ്, വേറൊരാൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഹൈ സ്ട്രോങ് ആയിരിക്കും. അപ്പൊ സ്ട്രോങ് അലോയി ഉണ്ടാവും. അലോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു ലോഹങ്ങളായിട്ട് ചേരുന്നതിനെയാണ് സ്ട്രോങ് അലോയി എന്ന് പറയുന്നത്. സ്ക്രീൻഷോട്ട് എടുത്തു. ഓക്കെ, അപ്പൊ ഫോം സ്ട്രോങ് അലോയ്. ഓക്കെ, ചിലർ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി സാറൊന്നും ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, അവർക്ക് വേണ്ടി എടുത്തോളാം. മനസ്സിലായോ? ഓക്കെ, ഇനി ബയോ കോമ്പിറ്റബിൾ മെറ്റീരിയൽ ആണ്. ബയോ കോമ്പിറ്റബിൾ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരവുമായിട്ട് യോജിക്കുന്ന, ഇണങ്ങി പോകുന്ന ഒരു മെറ്റീരിയൽ ആണ്. അതിന് കാരണമുണ്ട്. ഒന്ന്, നോൺ ടോക്സിക്, വിഷമല്ല, നമ്മൾ ശരീരത്തിൽ കയറി നമുക്ക് ശരീരമായിട്ട് ഒരു റിയാക്ഷൻ നടക്കില്ല. അടുത്ത നോൺ അലർജിക്, നമുക്ക് ഒരിക്കലും ആർക്കും ഈ ഒരു മെറ്റൽ എന്തുണ്ടാക്കില്ല, അലർജി ഉണ്ടാക്കില്ല. അതുകൊണ്ട് നമുക്ക് മെഡിക്കൽ ഫീൽഡിൽ നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ ഉപകരണങ്ങൾ ശരീരത്തിനുള്ളിലൊക്കെ ഫിറ്റ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ടൈറ്റാനിയം വെച്ച് ഉണ്ടാക്കാം എന്നുള്ളതാണ്. മനസ്സിലായോ? നമ്മളിപ്പോ എയർക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ടൈറ്റാനിക് മെറ്റീരിയൽ ഉപയോഗിച്ചാൽ, കാരണം എന്ത് ആസിഡ് മഴ എന്ത് പെയ്താലും അതിന് കേടും സംഭവിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് ടൈറ്റാനിക്കിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ടൈറ്റാനിയത്തെ കുറിച്ച് നമുക്ക് പഠിക്കാം. ടൈറ്റാനിക് അറിയുന്നത് കപ്പലിൽ പോയത്. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻസ് കൂടി നമുക്ക് നോക്കണം. അതിന് ഒന്നാമത് വളരെ ഇമ്പോർട്ടന്റ് എയർക്രാഫ്റ്റ് ആണ്. ഒന്ന്, എയർക്രാഫ്റ്റ് ആപ്ലിക്കേഷൻസ് ഹെഡിങ് കൊടുക്കുക, ബ്രാക്കറ്റിൽ ടൈറ്റാനിയം കേട്ടോ.
ഒന്ന് എയർക്രാഫ്റ്റ്, അറിയാലോ എയർക്രാഫ്റ്റ്, എയർപ്ലെയിൻ ഒക്കെ ഉണ്ടാക്കാനായിട്ട്. അതുപോലെ സ്പേസ് ക്രാഫ്റ്റ്, നമ്മള് പുറത്തേക്ക് പോകുന്ന സാധനങ്ങൾ എന്താ അങ്ങനെയുള്ള പറ്റിയില്ല എന്താണെങ്കിലും. അടുത്തത് എനർജി സ്റ്റോറേജ്, എനർജി സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഉപയോഗിക്കുന്നു. സ്റ്റോറേജ്, എനർജി സ്റ്റോറേജ് ആയിട്ട് ഉപയോഗിക്കുന്നു. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മെഡിക്കൽ ഇംപ്ലാന്റ്, നമ്മൾ നേരത്തെ കണ്ടതാണ് മെഡിക്കൽ ഇംപ്ലാന്റ്. നാലാമത്തെ പോയിന്റ് പെയിന്റ്സ്, പെയിന്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. പെയിന്റ്സ് ആൻഡ്, അപ്പൊ ഇതൊന്ന് പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താവില്ല, ചീത്തായി പോകില്ല, അതാണ് അത് പെയിന്റിങ്ങിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ. ആൻഡ് ഫിഫ്ത്ത് പോയിന്റ് ഈസ് ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്നുണ്ട്. ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. നിങ്ങൾ ഇതെല്ലാം കാണപ്പടം പഠിക്കുന്നുണ്ട്, സാറൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഇങ്ങനെ കാണപ്പടം പഠിച്ചല്ല ഒന്നുമില്ല, നിങ്ങളെ പഠിപ്പിക്കാതെ മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ കാണപ്പടം പഠിക്കണം. സ്പോർട്സ് എക്യുപ്മെന്റ്സ്, എന്ത് സുഖമുള്ള സാറിന് പഠിക്കണ്ടല്ലേ. അപ്പോ 6 പോയിന്റുകൾ കേട്ടോ. ഇത് ഇതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, അല്ലെങ്കിൽ നോട്ട് എഴുതി എടുക്കുക, എന്നിട്ട് ഭംഗിയായിട്ട് പഠിക്കാം കേട്ടോ. ഒന്ന് എയർക്രാഫ്റ്റ്, സ്പേസ് ക്രാഫ്റ്റ്, എനർജി സ്റ്റോറേജ്, മെഡിക്കൽ ഇംപ്ലാന്റ്സ്, പെയിന്റ് ആൻഡ് കോട്ടിങ്സ്, ന്യൂക്ലിയർ റിയാക്ടേഴ്സ്, പിന്നെന്താ സ്പോർട്സ് എക്യുപ്മെന്റ്സ്. ഇത് ഓർത്തിരിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഒരു പ്ലെയിനിൽ നിങ്ങൾ തെരഞ്ഞെടുത്തു, എങ്ങോട്ട്, ബഹിരാകാശത്തേക്ക് തെരഞ്ഞെടുത്തു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു പ്ലെയിനിൽ പോവുകയാണ്. അതായത് ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് പ്ലെയിനിൽ കയറി നിങ്ങൾ അവിടെ പോയി അമേരിക്കയിൽ പോയി ഇറങ്ങി. അപ്പൊ നിങ്ങൾ പ്ലെയിനിൽ പോയല്ലോ, എയർക്രാഫ്റ്റ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രസ്സ് തന്നു. പുറത്തേക്ക് പോകണം, റോക്കറ്റിൽ കയറി പോകണമല്ലോ. അപ്പൊ ആ ഡ്രസ്സ് തന്നപ്പോൾ അതിനകത്ത് അടിപൊളി ഷൂ ആണ്, സ്പോർട്സിന്റെ ഒക്കെ പോലത്തെ ഷൂ. അപ്പൊ സ്പോർട്സ് എക്യുപ്മെന്റ്സ് ഉണ്ടാക്കാനായിട്ട് ഇത് വേണം. നിങ്ങൾ ആ ഡ്രസ്സൊക്കെ ഇട്ട് ഹാപ്പിയായി എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് നിങ്ങൾ സ്പേസ് ക്രാഫ്റ്റിൽ കയറി പോയി. അപ്പൊ സ്പേസ് ക്രാഫ്റ്റിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്കൊരു തലവേദന വരുന്നത് അല്ലെ. അപ്പൊ ഉടനെ നിങ്ങളൊരു മെഡിസിൻ എന്താണ് കഴിച്ചു. മെഡിക്കൽ എന്ന് പറഞ്ഞൊരു വാക്ക് അവിടെ വരികയാണ്. അപ്പൊ മെഡിക്കൽ ഇംപ്ലാന്റ്സിന് വേണ്ടിയിട്ട് എന്താണ് അത് ഉപയോഗിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ, ദാഹിച്ചു നോക്കുമ്പോൾ അടിപൊളി കളറിൽ പെയിന്റ് ചെയ്തിട്ടുള്ള ഒരു ഡ്രിങ്ക്സ് അവിടെ ഉണ്ട്. അത് നിങ്ങളെടുത്ത് എന്താണ് കുടിച്ച്, ദാഹിച്ചപ്പോൾ നിങ്ങൾ കുടിച്ച്. അപ്പോൾ പെയിന്റിന് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ കളർ കോട്ടിങ്ങിന് ഉപയോഗിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ ഇവിടുന്ന് ബഹിരാകാശത്തേക്ക് പോയി എന്നുള്ള അർത്ഥത്തിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ സാധനങ്ങൾ പഠിച്ചു വെച്ചാൽ എല്ലാം കിട്ടും. പിന്നെ അത് പിന്നെ എന്താണ് എനർജി സ്റ്റോറേജ്. അപ്പോഴാണ് പെട്ടെന്ന് എന്താണ് ലൈറ്റ് പോയപ്പോൾ നിങ്ങൾ അവിടെ ഒരു ബാറ്ററി എന്താണ് ഓൺ ചെയ്തു. അപ്പോഴാണ് ലൈറ്റ് അവിടെ വന്നത്. അപ്പൊ എനർജി സ്റ്റോറേജ് അങ്ങനെ പഠിക്കാം. പിന്നെ അത് ന്യൂക്ലിയർ റിയാക്ടർ എന്നല്ലേ, അങ്ങനെ അവിടെ ചെന്ന് നിങ്ങൾ സ്റ്റേബിൾ ആയി അവിടെ എനർജി ഉത്പാദിപ്പിക്കുന്നത് ന്യൂക്ലിയർ റിയാക്ടർ ചെറുതുറന്നുകൊണ്ട് അതിന്റെ എനർജി ഉപയോഗിച്ചാണ്. കാരണം അവിടെ നമുക്ക് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഒരു സ്റ്റോറി ആയിട്ട് ജനറേറ്റ് ചെയ്താൽ പക്ഷെ ഓർത്തിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ചില കുട്ടികൾക്ക് അത് ടഫായിട്ട് തോന്നിയത് കൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. ഇങ്ങനെയാണ് നമ്മൾ ഓർത്തിരിക്കാൻ. സാറാണ് അത് പഠിക്കണമെങ്കിൽ അങ്ങനെയായിട്ട് അത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ എനിക്ക് കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങൾ ഓർമ്മ കിട്ടും എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പോൾ ആപ്ലിക്കേഷൻസ് എല്ലാം കഴിഞ്ഞു, ടെസ്റ്റ് കഴിഞ്ഞു, പി കഴിഞ്ഞു, ടി കഴിഞ്ഞു. കഴിഞ്ഞിട്ടില്ല പോവല്ലേ, ഇനി എന്തും കൂടി ഉണ്ട്, എഫ് ബ്ലോക്ക് എലിമെന്റ്സ് ഉണ്ട്. സാറേ ഇത് തീരാനായിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞേ. എഫ് ബ്ലോക്ക് ഒന്നുമില്ല മക്കളെ, വളരെ ഈസിയാണ്, പെട്ടെന്ന് കഴിഞ്ഞു. ഓക്കെ. നെക്സ്റ്റ് ഈസ് എന്താണ്, എഫ് ബ്ലോക്ക് എലമെന്റ്സ്. അപ്പൊ മക്കളെ നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കാണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൊക്കേഷൻ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, 2 സീരീസ് വരും, ലാന്തനോൺസ്, ആക്ടിനോൺസും, പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ്, ലാസ്റ്റ് ഇതിന്റെ ആപ്ലിക്കേഷൻസ്. ഇങ്ങനെ വേണം ഇത് ഷോർട്ട് ആക്കി നിങ്ങൾ ഓരോ സെക്ഷനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കാൻ. അപ്പൊ നമ്മൾ വിറക് അങ്ങനെ തന്നെ വെച്ചാൽ കത്തൂലില്ല, നമ്മൾ കുഞ്ഞു കഷ്ണങ്ങളാക്കിയാൽ പെട്ടെന്ന് കത്തൂലേ, അതുപോലെയാണ് നമ്മളിങ്ങനെ സെക്ഷൻ ആയിട്ട് പഠിക്കണം. പക്ഷെ ചോദിക്കുമ്പോൾ എല്ലാം കൂടി ചേർത്ത് നമ്മൾ മാർക്കിനനുസരിച്ച് വേണം എഴുതാനായിട്ട് കേട്ടോ. അപ്പൊ ഒരു കാര്യം സാർ പറഞ്ഞോളട്ടെ, നമ്മുടെ ഫ്രീ സീരീസിലെ ലാസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു ഇത്. ഈ ചാപ്റ്ററിലെ അവസാനത്തെ വീഡിയോ ആണ്. ഇനി ലെറ്റസസിന്റെ ഒരു വീഡിയോ കൂടി വരും. അപ്പൊ ഇത് കഴിഞ്ഞ് വരുന്ന ചാപ്റ്ററുകളിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ല് ഐക്കൺ അമർത്തി എല്ലാ ദിവസവും എല്ലാ ക്ലാസ്സുകളും സാർ ഇട്ട് വെച്ചിട്ടുണ്ടോ എന്ന് വന്ന് നോക്കണം. നോക്കുമ്പോൾ 7:30 ലൈവ് ഒന്നും കാണാം, പ്രീമിയർ ലൈവ്. അവിടെ വന്നിരുന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടുകളൊക്കെ എഴുതിയെടുത്തിട്ട് ആ വീഡിയോ കണ്ട ഫ്രീ ആണ്, ഒറ്റ രൂപ മുടക്കണ്ട. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വന്ന് നോക്കിയാൽ ഈ വീഡിയോ കാണാൻ പറ്റില്ല. കാരണം ഇത് പ്രൈവറ്റ് എന്ന് കിടക്കുന്നുണ്ടാവും. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് ഓൺലൈനിൽ ചേർന്ന കുട്ടികൾക്ക് നമ്മൾ ആ വീഡിയോ അയച്ചു കൊടുക്കും. അപ്പൊ 5 ദിവസത്തേക്ക് അവർക്ക് അത് കാണാൻ പറ്റും. അതുപോലെ ഇതിന്റെ മറ്റ് സബ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അങ്ങനെയുള്ളതൊക്കെ അവർക്ക് മാത്രമായിരിക്കും സാർ അയച്ചു കൊടുക്കുക. കുറച്ചൊക്കെ നമ്മുടെ ചാനലിൽ വരും. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവര് സബ്സ്ക്രൈബ് ചെയ്ത് ആ പരിസരത്ത് പോയി ആരും നിങ്ങളുടെ അടുത്തേക്ക് വരില്ല.
നിങ്ങൾ തന്നെ വന്ന് നോക്കണം. സാധാരണ ട്യൂഷൻ നമ്മൾ പോണ പോലെ നമ്മൾ ഇടയ്ക്ക് വന്ന് നോക്കുക ചാനലുകൾ അപ്ലോഡ് ചെയ്യുന്നത്. ജസ്റ്റ് വൈകുന്നേരം വന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. അല്ല, നിങ്ങൾക്ക് ഓൺലൈൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വെറും 900 രൂപയാണ് ഓഫർ പ്രൈസ്. ഡിസംബർ 1 വരെ പ്രൈസ് ഉള്ളൂ. 900 രൂപ കൊടുത്തുകൊണ്ട് ഓൺലി 900 റുപ്പീസ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇനിയുള്ള ചാപ്റ്റേഴ്സ് നമുക്കറിയാം. ഇപ്പോൾ സ്കൂളിൽ തന്നെ എടുത്ത് കാണും മോൾ കൺസെപ്റ്റ് ഒക്കെ നല്ല ടഫാണ്. നിങ്ങൾക്ക് ഇതേപോലുള്ള വീഡിയോസ് കണ്ടു പഠിക്കാം. ഓക്കെ, അല്ല നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൃത്യമായിട്ട് റെഗുലറായിട്ട് മോണിറ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടും പഠിക്കാം. പക്ഷെ എപ്പോഴും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടൈമിൽ തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ ഞാൻ നേരത്തെ ഇടും, ചിലപ്പോൾ വൈകിയായിട്ട് വിടുക, ഒന്നും പറയാൻ പറ്റില്ല. ഒന്നും കൺസിസ്റ്റന്റ് ആയിട്ട് പറയാൻ പറ്റില്ല. മേ ബി 7:30 ഞാൻ സാർ ഉദ്ദേശിക്കുന്നത് എല്ലാ ദിവസവും. ഓക്കെ, അപ്പോൾ 900 റുപ്പീസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ നമുക്ക് ഓൺലൈൻ ട്യൂഷൻ ചേരുകയാണെങ്കിൽ ഇതിന്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ മെയിലിലേക്ക് ഈ വീഡിയോ അയച്ചു തരും. 5 ദിവസം അത് അവൈലബിൾ ആയി നിങ്ങൾക്ക് കാണാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം, ഒക്കെ ചെയ്യാം. അതിനുശേഷം അത് മെമ്പർഷിപ്പിലേക്കായിരിക്കും പോവുക. നിങ്ങൾക്ക് ചാനലിൽ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മെമ്പർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാൻ പറ്റും മെമ്പർഷിപ്പിലുള്ളത്. ഓക്കെ, അത് വേറൊരു ഓപ്ഷനാണ്. പിന്നീട് നിങ്ങൾ എപ്പോൾ ആവശ്യപ്പെട്ടാലും ഈ വീഡിയോ ഓപ്പൺ ആയി തരും. പരീക്ഷയുടെ തലേദിവസം നാളെ നിങ്ങൾക്ക് എക്സാം ഉള്ളത് 4th ചാപ്റ്റർ ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ പറയാം സാർ 4th ചാപ്റ്റർ നാളെ എക്സാം ആണെന്ന് പറഞ്ഞാൽ ഫുൾ വീഡിയോസ് നിങ്ങൾക്ക് ഓപ്പൺ ആക്കി തരും. നിങ്ങൾക്ക് അവിടെ കാണാം. പക്ഷേ യൂട്യൂബിൽ ഒന്നും നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അത് പ്രൈവറ്റ് ആണ്. ഇതേപോലെ തന്നെ മാത്സിന്റെ വീഡിയോസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് ജോയിൻ ചെയ്ത കുട്ടികളുണ്ട്. മാത്സിന് നമുക്ക് വരുന്നത് 1000 രൂപ മാത്രമാണ്. മന്ത്ലി അല്ലട്ടോ, മൊത്തത്തിൽ മാർച്ച് വരെ നമുക്ക് 1000 രൂപ മാത്രമാണ് വരുന്നത്. ഡിസംബറിന് 1 മുന്നേ ചേർന്ന കുട്ടികൾക്ക് 100 കുട്ടികൾക്ക് മാത്രമാണ് അഡ്മിഷൻ ഉള്ളൂ. കാരണം 100 പേർക്ക് മാത്രമേ അങ്ങനെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ യൂട്യൂബിലുള്ളൂ. ഓക്കെ, അപ്പൊ 100 കുട്ടികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവസാന നിമിഷം വന്നിട്ട് സാറേ എനിക്ക് ആ വീഡിയോസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തരാൻ പറ്റത്തില്ല. അപ്പൊ അതാണ് നമ്മുടെ രീതി. അപ്പൊ ഒരിക്കൽ കൂടി പറയാണ്, ഫ്രീ ആണ്. എപ്പോഴാണെങ്കിൽ കൃത്യസമയത്ത് വന്ന് മോണിറ്റർ ചെയ്ത് പഠിക്കാൻ തയ്യാറാണെങ്കിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 900 രൂപ കൊടുത്തിട്ട് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് വരാം. ആ സമയത്ത് നിങ്ങളുടെ മെയിലിൽ ഈ പറഞ്ഞ വീഡിയോ കിടപ്പുണ്ടാവും. നിങ്ങൾക്ക് റിവിഷന്റെ സമയത്തൊക്കെ ഉപകാരപ്പെടും. എക്സ്ട്രാ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നമ്മൾ ചെയ്യും. നമ്മൾ കഴിഞ്ഞ ഓൺ എക്സാമിന് 30 സാമ്പിൾ പേപ്പർ ചെയ്തായിരുന്നു. അപ്പൊ അതിന്റെ അതേപോലുള്ള ക്വസ്റ്റ്യൻസും അതൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത കുട്ടികൾക്ക് വേറെ പ്രത്യേകിച്ച് പേയ്മെന്റ് ഒന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ നമുക്ക് ഇനി എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. സമയം സാർ എടുത്ത് സോറി. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം തന്നെ ഒരു ഇമേജ് വരുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ സാറിന്റെ വാട്സ്ആപ്പ് നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉടൻ തന്നെ ജോയിൻ ചെയ്യാം. ഏകദേശം എനിക്ക് തോന്നുന്നു 10,000-2000 പേരോളം നമ്മൾ വീഡിയോസ് ഇപ്പൊ കാണുന്നുണ്ട് നിലവിൽ നമ്മുടെ. അപ്പോൾ 100 പേര് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാർ. നിങ്ങൾ വൈകി പോയിട്ട് പിന്നെ സാറിനോട് വന്ന് ചോദിച്ചാൽ ചിലപ്പോൾ തരാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ 900 രൂപ അല്ലേ എന്ന് വിചാരിക്കരുത്. പക്ഷെ നിങ്ങൾക്ക് അറിയാലോ ഇത്ര നേരം ക്ലാസ് നിങ്ങൾക്ക് ഇങ്ങനെ ഈ ക്ലാസ്സുകൾ കണ്ട് പഠിക്കാൻ പറ്റും എന്ന് കോൺഫിഡന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ചേരുക. താല്പര്യമുള്ളവർ സാറിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് അയക്കുക. ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഈ വീഡിയോയുടെ എൻഡിലും അത് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ലൊക്കേഷനിലേക്ക് പോവാം. ലൊക്കേഷൻ എവിടെയാണ് വരുന്നത്? നമുക്ക് ഒരിക്കലും ഗ്രൂപ്പ് നമ്പർ പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറയാം, അതാണ് 2 സെപ്പറേറ്റ് റോസ് അറ്റ് ബോട്ടം ഓഫ് പീരിയോഡിക് ടേബിൾ. ലൊക്കേഷൻ എവിടെ വരുന്നത്? 2 സെപ്പറേറ്റ് റോസ് അറ്റ് ബോട്ടം ഓഫ് എന്താണ് പീരിയോഡിക് ടേബിൾ. നമുക്ക് ഇതിന്റെ നോട്ട് ഉണ്ട്. നോട്ട് ഇതിന്റെ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, നോട്ട് ഇതിനകത്ത് ഉണ്ട്. ഓക്കെ, 2 സെപ്പറേറ്റ് റോസ് അറ്റ് ബോട്ടം ഓഫ് എന്താണ് പീരിയോഡിക് ടേബിളിന്റെ 2 റോസ് സെപ്പറേറ്റ് റോസ് ആയിട്ടാണ് ഇത് കാണിക്കുന്നത്. നമ്മൾ കണ്ടതാണ്. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ പഠിക്കേണ്ട, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കേണ്ട, ബട്ട് എഫിലാണ് അവസാനിക്കുന്നത് മാത്രം മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു NS പറഞ്ഞു, N-1D പറഞ്ഞു. അതിന് മുന്നേ വരുമ്പോ N-2F വരും. Fൽ 1 to 14 വരും. ഇവിടെ 2 വരും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 0 to 1. ഇതാണ് എന്റെ ജാവ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ Fലേക്കാണ് പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ ഗോസ് ടു എന്താണ് F സബ് ഷെൽ. അതുകൊണ്ടാണ് നമ്മൾ അതിൽ എന്ത് വിളിച്ചത്? എഫ് ബ്ലോക്ക് എലമെന്റ്സ് നമ്മൾ വിളിച്ചത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി സീരീസ്, ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. 2 സീരീസ് ആയിട്ടാണ് ഇത് കാണുന്നത്, ലാന്തനോഡ്സും ആക്ടിനോഡ്സും. എന്താണ് ലാന്തനോഡ്സും ആക്ടിനോഡ്സും? നമ്മൾ പീരിയോഡിക് ടേബിൾ എടുക്കുകയാണെങ്കിൽ ആ ലാന്തനോഡ്സും ആക്ടിനോഡ്സും വരേണ്ട സ്ഥലത്ത് അവരെ നമ്മൾ എന്താണ് ഇവിടെ 2 റോ ആക്കി എഴുതിയിരിക്കുകയാണ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ലാന്തനോഡ്സ് ഏതൊക്കെയാണ്, ആക്ടിനോഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അറ്റോമിക് നമ്പർ 58 58 മുതൽ അറ്റോമിക് നമ്പർ 71 വരെയാണ് ലാന്തനോഡ്സ്. അറ്റോമിക് നമ്പർ 58 മുതൽ അറ്റോമിക് നമ്പർ 71 വരെയാണ് ലാന്തനോഡ്സ്. ആക്ടിനോഡ്സ് വരുന്നത് അറ്റോമിക് നമ്പർ 90 മുതൽ അറ്റോമിക് നമ്പർ 103 വരെയാണ്.
ഓക്കെ, ശരിയല്ലേ? ശരിയാ, ക്ലിയർ ആണല്ലോ. ഇപ്പൊ രണ്ട് സീരീസ് ആണുള്ളത്, ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക, ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ്. എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാന്തനോയിഡ്സ്. ലാന്തനോയിഡ്സ്. എ സി എന്ന് പറഞ്ഞാല് ആക്ടിനോയിഡ്സ്. ഓക്കെ, ക്ലിയർ? സോറി. ഇനി ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇത് മനസ്സിലായല്ലോ അല്ലെ? ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് പോവാം. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. മറ്റേ നമ്മള് ഇവരെ പോലെ തന്നെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വേരിയബിൾ ആയിട്ട് കാണിക്കും. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ആര് കാണിക്കുന്നത്? എം ബ്ലോക്ക് എലമെന്റ്സ് കാണിക്കുന്നുണ്ട്. എക്സാമ്പിൾ ലാന്തനോയിഡ്സ് പറയുകയാണെങ്കിൽ ലാന്തനോയിഡ്സ് എന്താണ്? +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. ആക്ടിനോയിഡ്സിന്റെ കേസിൽ +3 മുതൽ +6 വരെ കാണിക്കുന്നുണ്ട്. ആക്ടിനോയിഡ്സിൽ +3 to +6 ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? റേഡിയോ ആക്ടിവിറ്റിയാണ്. കാരണം ഇതിനകത്തുള്ള മിക്ക എലമെന്റ്സ് റേഡിയോ ആക്റ്റീവ് ആണ്. റേഡിയോ ആക്ടിവിറ്റി. അപ്പോൾ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ് എഫ് ബ്ലോക്കിൽ വരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. സ്പെഷ്യലി ആക്ടിനോയിഡ്സ് ആണ് അങ്ങനെ റേഡിയോ ആക്റ്റീവ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് മാൻ മെയ്ഡ് ആണ്. മാൻ മെയ്ഡ് എലമെന്റ്സ്, അതായത് നമ്മൾ ഉണ്ടാക്കിയത്. നമുക്കറിയാലോ, ഇപ്പൊ ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1, അതായത് ഒരു പ്രോട്ടോൺ ഉണ്ടെങ്കിൽ ഹൈഡ്രജൻ, ഇപ്പൊ 2 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ ഹീലിയം, 3 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ ലിഥിയം, അങ്ങനെ പോകുമല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ കണ്ടെത്തി വന്നപ്പോ പ്രോട്ടോണിന്റെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ എലമെന്റ് എന്തായി മാറും മനസ്സിലാക്കി നമ്മൾ കൃത്രിമമായിട്ട് ലാബിൽ ഉണ്ടാക്കിയിട്ടുള്ള എലമെന്റ്സ്, അതായത് മനുഷ്യ ഉണ്ടാക്കിയിട്ടുള്ള എലമെന്റ്സ്, സ്വന്തമായിട്ട് ഉണ്ടാവാതെ മനുഷ്യ ഉണ്ടാക്കിയ എലമെന്റ്സ് ഇതിനകത്ത് വരുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ലാന്തനോയിഡ്സിൽ അങ്ങനെ ഉണ്ടാക്കിയത്, ലാന്തനോയിഡ്സിൽ അങ്ങനെ വരുന്ന ഒരാളെന്ന് പറയുന്നത്, ഇത് എൽ എന്നല്ല പറഞ്ഞത്, ലാന്തനോയിഡ്സിന് അടുത്ത് വരുന്നത് Z is equal to 61, 61 അറ്റോമിക് നമ്പർ വരുന്ന പ്രൊമിത്തിയം. പ്രൊമിത്തിയം എന്ന് പറയുന്ന ഒരാളുണ്ട്. PM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമിത്തിയം എന്നാണ്. പ്രൊമിത്തിയം ഇത് നമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടാ. ഓക്കെ, ഇനി ആക്ടിനോയിഡ്സിൽ വരുമ്പോ ഞാൻ എല്ലാം പറയുന്നില്ല. ആക്ടിനോയിഡ്സിൽ നിങ്ങൾ എന്താണ് പഠിച്ചു വെക്കുക, ലാസ്റ്റത്തെ 10 93 മുതൽ 103 വരെ മനുഷ്യനുണ്ടാക്കിയതാണ്, മാൻമേഡ് ആണ്. അറ്റോമിക് നമ്പർ 93 മുതൽ 103 വരെ മനുഷ്യരുണ്ടാക്കിയതാണ്, മാൻമേഡ് ആണ്. ഇനി നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇവര് എന്താണ്? മെറ്റാലിക് പ്രോപ്പർട്ടീസ് ആണ്. ലോഹങ്ങളെ പോലെ പെരുമാറുന്നു എന്നുള്ളതാണ്. മെറ്റാലിക് പ്രോപ്പർട്ടീസ് ഇവര് എന്താണ് കാണിക്കുന്നു എന്നുള്ളതാണ്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് മെറ്റൽസിനെ പോലെയൊക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു ക്യാരക്ടറായിട്ട് പഠിക്കേണ്ടത്. അഞ്ചാമത്തത് ഇവരെ വിളിക്കുന്ന റയർ എർത്ത് എലമെന്റ്സിനകത്തുണ്ട്. റയർ എർത്ത് എലമെന്റ്സ്. റയർ എർത്ത് എലമെന്റ്സ് അത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ലാന്തനോയിഡ്സിലെ 15 എലമെന്റ്സ് പ്ലസ് നമ്മുടെ ഡി ബ്ലോക്കിലെ സ്കാൻഡിയം പ്ലസ് ഒരാളും കൂടി ഉണ്ട് ഇറ്റീരിയം. അതായത് 15 ലാന്തനോയിഡ്സിൽ നിന്നും പിന്നെ നമ്മുടെ സ്കാൻഡിയം, ഡി ബ്ലോക്കിലെ സ്കാൻഡിയം ഇറ്റീരിയം ചേർത്തിട്ടാണ് നമ്മൾ റയർ എർത്ത് എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ 15 ലാന്തനോയിഡ്സിനാണല്ലോ. അപ്പൊ ഇവിടെ ഉള്ളത് എന്താണ്? റയർ എർത്ത് എലമെന്റ്സ്. റയർ എർത്ത് എന്ന് പറയുമ്പോൾ വാക്ക് കേൾക്കുമ്പോൾ ഇത് ഭൂമിയിൽ കിട്ടാൻ പാടാണ് എന്ന അർത്ഥത്തിലല്ല പറഞ്ഞിരിക്കുന്നത്. ഇവര് മറ്റുള്ളവരുമായിട്ട് കൂടിക്കലർന്ന് കിടക്കുന്നത്. പിന്നെ ഇവരെ നമ്മൾ എടുത്ത് അതിൽ നിന്ന് വേർതിരിച്ച് ഇവരെ പ്രത്യേക ആക്കി എടുത്ത് വരുമ്പോഴത്തേക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആവും. അപ്പോ റയർ എർത്ത് മീനിങ് എന്താ? ഡിഫിക്കൽട്ട് ടു എക്സ്ട്രാക്ട്. മനസ്സിലായോ? ഇവരെ മറ്റുള്ളവരുടെ ഇടയിൽ പിടിച്ചെടുക്കണ്ടേ, അതിന് നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതുകൊണ്ടാണ് ഇവരെ റയർ എന്ന് പറയുന്നത്, അല്ലാതെ ഇവർ കിട്ടാനില്ല എന്ന അർത്ഥത്തിൽ അല്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. ഇനി പ്രധാനമായിട്ട് നമ്മൾ ഇവരെ യൂസ് ചെയ്യുന്നത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാഗ്നറ്റ്, കാന്തം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അത് നമുക്ക് മിലിറ്ററി ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് എന്താണ് ഈ പറയുന്ന ആൾക്കാരെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ ആപ്ലിക്കേഷൻ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഈ ഒരു പോയിന്റിന്റെ ഹെഡിൽ ഇപ്പൊ പഠിക്കാൻ പോവുകയാണ്. അപ്പൊ എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഒരിക്കൽ കൂടി പറഞ്ഞിട്ട് ആപ്ലിക്കേഷൻസ് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ സ്റ്റോപ്പ് ആവുള്ളൂ കേട്ടോ. അപ്പൊ മുഴുവൻ കാണണം. ഓക്കെ, അപ്പൊ ഒന്നുകൂടി പറയാം സാർ, ഓടിച്ച് പറയാം. വേരിയബിൾ ഓക്സിജൻ വ്യത്യസ്ത ഓക്സിജൻ അവസ്ഥ കാണിക്കുന്നു. ലാന്തനോയിഡ്സ് +3 കാണിക്കുന്നു. ആക്ടിനോയിഡ്സ് +3 to +6 വരെ കാണിക്കാം. റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ആണ് കൂടുതലും. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ തോറിയം, യുറേനിയം അല്ലെ, 19, 91, 92 അതൊക്കെ എന്താണ്? റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ആണ്. മാൻമേഡ് എലമെന്റ്സ് ഉണ്ട്. ലാന്തനോയിഡ്സിന്റെ മാൻമേഡ് ആയിട്ടുള്ള എലമെന്റ്സ് പ്രൊമിത്തിയം ആണ്, PM. ആക്ടിനോയിഡ്സിൽ അറ്റോമിക് നമ്പർ 93 മുതൽ 103 വരെ എന്താണ്? മാൻമേഡ് നമ്മൾ ഉണ്ടാക്കിയതാണ്.
പിന്നെ മെറ്റാലിക് പ്രോപ്പർട്ടീസ് ലോഹങ്ങളുടെ സ്വഭാവം കാണിക്കുന്നുണ്ട്. റെയർ എർത്ത് എലമെന്റ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. ഉദാഹരണം ലാന്തറോഡ്സിൽ 15 എലമെന്റ്സും സ്കാൻഡിയും ഇറ്റീരിയും ചേർന്നതാണ് റെയർ എർത്ത് എലമെന്റ്സ്. ഇപ്പൊ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരെ നമുക്ക് റെയർ ആയതുകൊണ്ടല്ല അങ്ങനെ വിളിക്കുന്നത്, മറിച്ച് നമുക്ക് ഇവരെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇത് നമ്മൾ പ്രധാനമായിട്ടും മാഗ്നറ്റ്സ് ഉണ്ടാക്കുവാനും അതുപോലെ തന്നെ എന്താണ് മിലിറ്ററിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആ ആപ്ലിക്കേഷൻ നമ്മൾ പറയാൻ പോവുകയാണ്. ഇപ്പൊ എഫ് ബ്ലോക്ക് എലമെന്റ്സും ഈ മാൻമെയ്ഡ് എലമെന്റ്സ് ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മുടെ ടെക്നോളജി ഇത്രയും വികസിച്ചത്. കാരണം അവിടെ എല്ലാം ഇത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്നും ഒഴിവാക്കാനായിട്ട് പറ്റത്തില്ല. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, അപ്പൊ സാറിന് മാറ്റിയാണ് ആപ്ലിക്കേഷൻസ് നമുക്ക് ഇവിടെ ഭംഗിയായിട്ട് എഴുതാം. ഏഴാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ആണ്. പോയിന്റ് നമ്പർ ഒന്നുമില്ല, ആപ്ലിക്കേഷൻസ് കേട്ടോ. എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫ്യൂവലായിട്ട് ഉപയോഗിക്കും. വെരി വെരി ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻ. ഇപ്പൊ നമ്മുടെ യുദ്ധം നടന്നതൊക്കെ നമ്മുടെ എന്താണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം നടന്നല്ലേ. അവര് ന്യൂക്ലിയർ റിയാക്ടർ ഉണ്ടാക്കുന്നവരിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞ അവരാ ആക്രമിക്കുന്നത്. പക്ഷെ ഇറാൻ വിട്ടുകൊടുത്തില്ല, തിരിച്ചാക്രമിച്ചു. ഇറാന്റെ ന്യൂക്ലിയർ റിയാക്ടർ അമേരിക്ക കൊണ്ടുവന്ന് ബോംബിട്ടു. പക്ഷെ അവിടെ ഒന്നും പൊട്ടിയൊന്നും പോയില്ല. അവർ നേരത്തെ അതൊക്കെ മാറ്റിയിട്ടുണ്ടായി. അവർ വിട്ടുകൊടുത്തില്ല. ചെറിയൊരു രാജ്യമാണെങ്കിൽ അവരെന്ത് ചെയ്തില്ല, ഒരുക്കി. അങ്ങനെ ആയിരിക്കണം നമ്മൾ അല്ലേ. അപ്പോ എന്താ പറഞ്ഞു വന്നത്, ന്യൂക്ലിയർ ഫ്യൂവലായിട്ട് ഉപയോഗിക്കും. ന്യൂക്ലിയർ ഫ്യൂവൽ അതായത് ന്യൂക്ലിയർ ആറ്റം ബോംബൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ന്യൂക്ലിയർ ഫ്യൂവൽ വേണം. അതിനകത്ത് ഉപയോഗിക്കുന്നത് നമ്മൾ പ്രധാനമായിട്ടും 3 എലമെന്റ്സ് പഠിച്ചോണം. യുറേനിയം, തോറിയം, പിന്നെ ഒരാളും കൂടി ഉണ്ട്, എന്താണ് പ്ലൂട്ടോണിയം. PU പേര് ഞാൻ എഴുതുന്നില്ല, കേൾക്കുക. യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഐസോട്ടോപ്പുകളാണ് ഉപയോഗിക്കുന്നത്. അതൊക്കെ നിങ്ങൾ ഒന്ന് ടെസ്റ്റ് വായിച്ചു നോക്കാം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കാറ്റലിസ്റ്റ് ആയിട്ട് വരും. കാറ്റലിസ്റ്റ് സാർ എന്താണ് പറഞ്ഞത്, അവര് രാസപ്രവർത്തനത്തിൽ പങ്കെടുത്ത് വേഗത്തിൽ രാസപ്രവർത്തനം നടത്തി കൊടുക്കും. പക്ഷെ അവർക്ക് ഒരു മാറ്റം സംഭവിക്കില്ല. ഈ ഹംസത്തിനെ പോലെ രണ്ടുപേര് തമ്മിൽ അങ്ങനെ അടുപ്പിക്കും, പക്ഷെ അവര് ഇതിനകത്ത് വീഴൂല. അടുപ്പിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ അടുത്തിട്ട് പിന്നെ അടിച്ചു പിരിയായിരുന്നു. പക്ഷെ എന്നാലും ഇതിന്റെ ഇടയിൽ നിൽക്കുന്നവര് കത്ത് കൊടുക്കാനായി പണ്ട് ഹംസം എന്ന് പറയില്ല. അതുപോലെയാണ് ഈ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അത് വടപ്പം യോജിപ്പിക്കുന്ന ഒരാളാണ് കാറ്റലിസ്റ്റ്. അങ്ങനെ കാറ്റലിസ്റ്റ് ആയിട്ട് ഇവർ പ്രവർത്തിക്കുന്നുണ്ട്. എവിടെയാണ് പ്രവർത്തിക്കുന്നത്? പെട്രോളിയം ഇൻഡസ്ട്രി. പെട്രോളിയം ഇൻഡസ്ട്രിയില് എന്താണ് കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഉപയോഗിക്കുന്നുണ്ട്. ലാന്തനവും സെറിയം അതിനകത്ത് എക്സാമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കുക. ലാന്തനവും സെറിയം. ഓക്കെ, ഇനി മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, മറന്നു പോകരുത് കേട്ടോ. മാഗ്നറ്റ്, കാന്തം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആളുടെ പേര് ഒരു കാരണവശാലും മറക്കരുത്. പേര് എന്ന് പറയുന്നത് ND. തെറിയെന്നല്ല പറഞ്ഞത്, ND. NDയുടെ നിയോഡൈമീൻ നിയോഡൈമിയം അല്ലെ. കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള പേരല്ല, ബ്ലോക്കിലല്ലേ. അപ്പൊ അത് പഠിച്ചു നോക്കണം. മാഗ്നറ്റ് വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. കാരണം ഇത് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. ഇതുണ്ടെങ്കിൽ നമ്മുടെ ഫോണും ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ പ്രവർത്തിക്കുള്ളൂ. അപ്പൊ മാഗ്നറ്റ് പഠിച്ചു നോക്കണം കേട്ടോ. ND. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് മോഡേൺ ടെക്നോളജിയാണ്. അത് മാറ്റാലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. മോഡേൺ ടെക്നോളജിയാണ്. ഓക്കെ, മോഡേൺ ടെക്നോളജിയില് ഒന്നാമത് കമ്പ്യൂട്ടേഴ്സിൽ ഉപയോഗിക്കാം. ഓക്കെ, രണ്ടാമത്തത് എന്താണ്? LCD സ്ക്രീൻസ് അതിനകത്ത് ഉപയോഗിക്കുന്നു. നാലാമത്തത് ബാറ്ററി, റീചാർജബിൾ ബാറ്ററി കേട്ടാ. ബാറ്ററീസ് ബ്രാക്കറ്റിൽ റീചാർജബിൾ നേടി. നിങ്ങൾക്ക് ഇപ്പൊ ബാറ്ററിയിലാണ് നിങ്ങൾ ഫോൺ വർക്ക് ചെയ്യുന്നത്. LCD കമ്പ്യൂട്ടറിലാണ് ജീവിക്കാൻ പറ്റില്ല. അടുത്തത് എന്താണ്? റിന്യൂവബിൾ എനർജി. വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന എനർജി സോഴ്സസ് ആയിട്ട് നമുക്ക് എന്താണ് മോഡേൺ ടെക്നോളജിയിൽ ഇത് ഉപയോഗിക്കുന്നത്. എഫ് ബ്ലോക്ക് എലമെന്റ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. SPD 4 ബ്ലോക്കുകൾ. സാർ ഇങ്ങനെ 4 ബ്ലോക്ക് പിടിച്ച് നിൽക്കുന്നത്
ഒരു കമ്പനിയിൽ കണ്ടിട്ടല്ലേ നിങ്ങൾ വന്നത്. ഓക്കെ, അപ്പൊ ഹാപ്പി ആയോ? എല്ലാ പോയിന്റ്സും കിട്ടിയോ? സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് വെച്ചോ, എഴുതി വെച്ചോ, നോട്ട് എഴുതി വെച്ചോ? അപ്പൊ നോട്ട് എഴുതി വെക്കാം. വീഡിയോ ഡൗൺലോഡ് ചെയ്ത് പിന്നെ കാണാന്ന് വിചാരിച്ച് പോകരുത്. വീഡിയോ നമ്മൾ എന്ത് ചെയ്യുക, മുഴുവനായിട്ട് കണ്ട് നോട്ട് എഴുതി പോവുക കേട്ടാ. ഈ വീഡിയോ നമ്മൾ ഒരിക്കലും എന്താക്കുന്നില്ല, പേയ്മെന്റിൽ ഇടുന്നില്ല. അപ്പൊ അതുകൊണ്ട് കഷ്ടപ്പെട്ട് ഡൗൺലോഡ് ചെയ്യണ്ട, ഇത് ഫ്രീ ആയിട്ട് അവിടെ ഉണ്ടാവും കേട്ടോ. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അടുത്ത വീഡിയോ വരുമ്പോൾ, അടുത്ത പാഠങ്ങൾ വരുമ്പോൾ കൃത്യസമയത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് കാണാൻ പറ്റില്ല, വീണ്ടും കാണാൻ പറ്റില്ല. സോ അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഐക്കൺ അമർത്തുക, മാക്സിമം സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരിക. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് സാർ എന്ത് ചെയ്യാം, വീണ്ടും ഒക്കെ കൂടുതൽ വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാം, താഴെ ഒരു കമന്റ് എന്തെങ്കിലും ഇടുക. ആകെ 1-2 പിള്ളേർ മാത്രമാണ് കമന്റ് ഇടുന്നത്, മറ്റുള്ളവർ വെറുതെ കണ്ടാൽ എനിക്കറിയാം കുറച്ചധികം സമയം എടുത്തു, പക്ഷെ വെർത്താണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ താഴെ ഒരു കമന്റ്. ഓക്കെ, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ ഒരു ഇത് വരും, അതിനകത്ത് നോക്കിയിട്ട് ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. സാർ എനിക്ക് ഇങ്ങനെ കെമിസ്ട്രി ഓൺലൈൻ എടുത്താൽ കൊള്ളാമെന്നുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യാനുള്ള ജസ്റ്റ് ആ പേയ്മെന്റ് അടയ്ക്കുക, ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് തരാം, നിങ്ങളുടെ ഇമെയിൽ ഐഡിയിലേക്ക് നമ്മുടെ വീഡിയോസ് അയച്ചു തരും. ഓക്കെ, അപ്പൊ ഇന്നലെ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇനി റെഗുലർ ആയിട്ട് നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് എല്ലാ ദിവസവും വന്ന് നമ്മുടെ ചാനലിൽ നോക്കാനും ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.